എല്ലാവർക്കും എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ CBS ഭാഷയുടെ സത്സംഗ വേദിയിൽ ഭദ്രകാളിയുടെ അഷ്ടോത്തര ശതനാമങ്ങൾ ലഘുവായി പരിചയപ്പെടുത്തുകയാണ് നമ്മുടെ രാഷ്ട്രത്തിനായി ദേശഭക്തി. നമസ്കാരം. ആദരണീയ സദസ്സിന് വന്ദനം. ഭദ്രകാളി അഷ്ടോത്തര ശതനാമ സ്തോത്രം, അതിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് സംസാരിക്കാനായിട്ട് നമ്മുടെ ഗുരുനാഥനായിട്ടുള്ള ശ്രീ ഹരിഗോവിന്ദൻ റാഞ്ചേരി അദ്ദേഹത്തെ സാദരം ക്ഷണിച്ചോളുന്നു. നമസ്കാരം ഗുരുനാഥ. എല്ലാവർക്കും നമസ്കാരം. പലതും പഠിക്കുന്ന കൂട്ടത്തില് ഈ ഒരു അവസരം അങ്ങനെ വന്ന സമയത്ത് ഇതെല്ലാവർക്കും പരിചയപ്പെടുത്തുക എന്നൊരു ഉദ്ദേശം. ഇവിടെ ഇപ്പോ ഇങ്ങനെ ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുന്ന സമയമായതുകൊണ്ട് അതിനെപ്പറ്റി നമുക്ക് മനസ്സിലാക്കണം എന്നുള്ളത് കൊണ്ട്, അപ്പൊ ഞങ്ങൾ മനസ്സിലാക്കുന്നത് എല്ലാവർക്കും മനസ്സിലാക്കി തരിക എന്നുള്ള ഒരു ഉദ്ദേശത്തില് ഇങ്ങനെ ഒരു സദസ്സ് അങ്ങനെ ആക്കിയതാണ്. അപ്പൊ ഏതായാലും നമുക്ക് ഈ അഷ്ടോത്തര ശതം എന്നുള്ളത് വളരെ അപൂർവമായിട്ടും മാത്രം ഉണ്ടാവുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ അതിലുള്ള ചില പദങ്ങള് നമുക്ക് പരിചയമുള്ള ധാരാളം പദങ്ങളുണ്ട്. അക്കൂട്ടത്തില് പരിചയമില്ലാത്ത അത്യാവശ്യം ചില പദങ്ങളും ഉണ്ടാവും. അപ്പൊ അതിന്റെ ഒരു അർത്ഥം പറയാ എന്നുള്ളതാണ്. മുഴുവനായിട്ടും അതിന്റെ ആന്തരിക അർത്ഥമൊന്നും നമുക്ക് നോക്കാനുള്ള സമയമില്ല. അതുകൊണ്ട് ഈ തീരെ മനസ്സിലാവാൻ ബുദ്ധിമുട്ടുള്ള ചില അർത്ഥങ്ങൾ അതും കൂടി പറയാം എന്ന് മാത്രം. തുടക്കം മുതലൊന്ന് നോക്കാം. ആദ്യം ഭദ്രകാളി എന്നാണ്. നമുക്ക് അറിയുന്നൊരു പദം തന്നെയാണ്. ഭദ്രകാളിയുടെ മന്ത്രമാണ്, പേര് തന്നെയാണ്. ഭദ്രകാളിയുടെ സഹസ്രനാമാണല്ലോ ഭദ്രയായിട്ടുള്ള കാളി, ഭദ്രകാളി. രുദ്രസുത, അത് നമുക്കറിയാം, രുദ്രന്റെ സുതയായിട്ടുള്ള ദേവി. രുദ്രൻ ശിവന്റെ മകള്. പിന്നെയുള്ളത് ഭവാനി എന്നുള്ള പേര്. ഭവാനി എന്ന് പറഞ്ഞാല് ഈ ഭവൻ എന്ന് പറഞ്ഞാൽ ശിവനാണ്. ഭവൻ എന്നുള്ളതിന്റെ സ്ത്രീലിംഗമാണ് ശരിക്കും ഭവാനി. അപ്പോ ശിവന്റെ സ്ത്രീലിംഗം ആകുമ്പോൾ ആ അർത്ഥം പാർവതിക്കൊക്കെ യോജിക്കുന്ന പദമാണ് ഭവാനി എന്ന് പറയുമ്പോൾ. അപ്പൊ ഈ ഭദ്രകാളി എന്ന് പറഞ്ഞാൽ ശിവന്റെ മകളാണ് എന്ന് പറഞ്ഞു. അതിനേക്കാൾ മേലെ പോയി കഴിഞ്ഞാൽ സാക്ഷാൽ പാർവതി തന്നെയാണ്. അങ്ങനെ ഒരു അർത്ഥമാണ് ഭവാനി എന്നുള്ളത് കൊണ്ട് കിട്ടുക. പിന്നെ ഭവനാശിനി എന്നൊരർത്ഥമുണ്ട്. ഭവനാശിനി എന്നൊരു പദം ഈ ഭവം ആയിട്ടുള്ളതിനെ നശിപ്പിക്കുന്നതാണ് ഭവനാശിനി. ഈ ഭവം എന്നൊക്കെ പറഞ്ഞാല് ഈ സംസാരം എന്നുള്ള അർത്ഥമാണ്. സംസാരം എന്ന് പറഞ്ഞാല് പിന്നെ സംസാര സാഗരം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. ഈ ലോകം, നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ ബന്ധനങ്ങൾ, അതൊക്കെയാണ് സംസാരം എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഭവം. ഭവിക്കുന്നത്, അതാണ് ഭവം. ഭവിക്കാത്ത ഒന്നുണ്ട്, അവിടേക്കാണ് നമുക്ക് എത്തേണ്ടത്. അപ്പൊ അതിന് എതിര് നിൽക്കുന്നതാണ് ഭവം. ഭവിച്ചതാണ് ഭവം. ആ ഭവത്തെ നശിപ്പിക്കുന്നത്, ഈ ഉണ്ടായിട്ടുള്ള ഇതിനെ നശിപ്പിക്കുന്നവൾ എന്നുള്ള അർത്ഥത്തിൽ. അപ്പൊ ഈ സംസാര സാഗരത്തെ ഇല്ലാണ്ടാക്കുന്നവൾ, അതാണ് ഭവനാശിനി. പിന്നെ ശംഭോർ നയന സംഭൂത. ശംഭോ എന്ന് പറഞ്ഞാൽ ശംഭുവിന്റെ, നയനം കണ്ണ്, സംഭൂത ഉണ്ടായവൾ. അപ്പോ ശിവന്റെ കണ്ണിൽ നിന്ന് ഉണ്ടായവൾ, അതാണ് ശംഭോർ നയന സംഭൂത. ഒരു സാഹചര്യം ഉണ്ടായ സമയത്ത് ശിവന്റെ കണ്ണിൽ നിന്നും ഉണ്ടായതാണ്. പിന്നെ ശിവാത്മ ആനന്ദകാരിണി. ശിവ ആത്മ ആനന്ദകാരിണി, ഇങ്ങനെയുള്ള പദങ്ങളാണുള്ളത്. അതില് ആനന്ദകാരിണിയാണ്. എന്തിന് ആനന്ദകാരിണി? ആത്മാവിന് ആനന്ദകാരിണി. എങ്ങനെയുള്ള ആത്മാവിന്? ശിവമായിരിക്കുന്ന ആത്മാവിന് ആനന്ദകാരിണി, അങ്ങനെ ഒരു അർത്ഥമുണ്ട്. പിന്നെ ശിവന്റെ ആത്മാവിന് എന്ന് പറയുന്നതിനേക്കാൾ ശിവമായിരിക്കുന്ന ആത്മാവിന് എന്നാണ് അർത്ഥം. അപ്പോ ആത്മാവ്
പലതുമായിട്ട് ബന്ധപ്പെട്ട് ഈ അതിന്റെ ശിവമായിട്ടുള്ള അവസ്ഥ മാറും. മംഗളം എന്നാണ് ശിവം എന്നുള്ള വാക്കിന്റെ അർത്ഥം. ആ അവസ്ഥ മാറിയിട്ട് വരുന്ന സമയത്ത് അങ്ങനെയുള്ള ആത്മാവിന് ആനന്ദം ഉണ്ടാവില്ല. അപ്പൊ ആത്മാവ് എപ്പോഴും ശിവമായിരിക്കണം, മംഗളമായിരിക്കണം. അങ്ങനെയുള്ള ആത്മാവ് ആവാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം എന്നുള്ളതൊക്കെയാണ് ഇതിന്റെ ഒരു ഉദ്ദേശമായിട്ട് വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആത്മാവിന് ആനന്ദത്തെ ഉണ്ടാക്കുന്നവൾ കാളി. കാളി എന്നുള്ളത് ഈ പിന്നെ കറുത്ത നിറമുള്ളതാണ് എന്നൊക്കെ പറയാറുണ്ട്. കരാളവദന, അങ്ങനെയുള്ള വളരെ പേടിപ്പെടുത്തുന്ന ഒരു രൂപം ആണ് അങ്ങനെയുള്ള മുഖത്തോടു കൂടിയ, കരാളമായിട്ടുള്ള വദനത്തോടു കൂടിയവൾ. പിന്നെ ദംഷ്ട്രോഗ്രഭ്രുകുടീമുഖ. അപ്പൊ അത് ദംഷ്ട്രം ഉഗ്രം, ദംഷ്ട്രം ഉഗ്രം, ഭ്രുകുട്ടി, ഇങ്ങനെയുള്ള ഇത് രണ്ടും ഉള്ള മുഖത്തോടു കൂടിയവളാണ് ദംഷ്ട്രോഗ്ര ഭ്രുകുടി മുഖ. ദംഷ്ട്രോഗ്രവും ഉണ്ട്, ഭ്രുകുടിയും ആയിട്ടുള്ള മുഖത്തോടു കൂടിയവളാണ് ദംഷ്ട്രോഗ്ര ഭ്രുകുടി മുഖ. ദംഷ്ട്രം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പല്ല് തന്നെയാണ്. ചിലര് കൊമ്പെന്നും തേറ്റാന്നും ഒക്കെ പറയും. അത് ഉഗ്രമായിട്ടുള്ള ദംഷ്ട്രം തന്നെയാണ്. അത് 4 ദംഷ്ട്രങ്ങൾ ഭദ്രകാളിക്കുള്ളതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ ഏതായാലും ഉഗ്രമായിട്ടുള്ള ദംഷ്ട്രമുണ്ട്. പിന്നെ ഭ്രുകുടി, ഭ്രു എന്ന് പറഞ്ഞാല് പിന്നെ പുരികമാണ്. ഭ്രുകുടി എന്ന് പറഞ്ഞാൽ പുരികമാണ്. ഈ ആ പുരികം ഒരു വളഞ്ഞ പുരികം, അങ്ങനെയുള്ള ഭ്രുകുടി എന്ന് പറഞ്ഞാൽ വളഞ്ഞ പുരികത്തോട് കൂടിയാന്നൊരർത്ഥമാണ്. ഈ വളഞ്ഞ പുരികം ഉണ്ടാവുക എപ്പോഴാണ്? നമുക്ക് സാധാരണ നേരെ ഉള്ള ഒരവസ്ഥയിലാകുമ്പോൾ വളഞ്ഞിട്ടുണ്ടാവില്ല, നേരാവണ്ണായിരിക്കും ഉണ്ടാവുക. ഈ വളവ് എന്ന് പറഞ്ഞാൽ സാധാരണ വളവേ ഉണ്ടാവുള്ളൂ. അപ്പൊ കുറച്ചൊരു ദേഷ്യമൊക്കെ വന്നാലാണ് ആ പുരികക്കൊടി വളഞ്ഞ് ഒക്കെ ഉള്ള നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള അവസ്ഥ വരിക. അപ്പൊ അങ്ങനെ ദേഷ്യത്തോടു കൂടിയ പുരികത്തോട്, ഈ വളഞ്ഞ ആയിട്ടുള്ള പുരികവും ഉഗ്രമായിട്ടുള്ള ദംഷ്ട്രവും ഒക്കെയുള്ള മുഖത്തോടു കൂടിയവൾ. പിന്നെയുള്ളത് ഈ ചാമുണ്ട, ചണ്ഡിക, ചണ്ഡി എന്നൊക്കെ പറയുന്നത് ഈ ഭഗവതിയുടെ പല പല ഭാവങ്ങൾ തന്നെയാണ്. ചാമുണ്ടയായിട്ടുള്ള ഭദ്രകാളി, ചണ്ഡിക, ചണ്ഡി, ഇതൊക്കെ ഭഗവതിയുടെ തന്നെ പല പേരുകൾ ആണ്. ഈ ചാമുണ്ട, ചാമുണ്ടി എന്നൊക്കെ പറഞ്ഞിട്ട് പല പല പേരുകളിൽ ഉണ്ട്. ചണ്ഡിക, അതും ഈ പറഞ്ഞതുപോലെ തന്നെയാണ്. ചണ്ഡികാ ഹോമം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ചണ്ഡി, ഇതൊക്കെ ഓരോരോ പര്യായങ്ങളിൽ നിന്ന് കൂട്ടിയാൽ മതി. പിന്നെ ചണ്ഡമുണ്ട നിഷൂദിനി, ഈ ആ ഒരു കാരണം കൊണ്ട് ചില പേരുകളൊക്കെ വന്നിട്ടുണ്ട്. ചണ്ഡമുണ്ട നിഷൂദിനി, ചണ്ഡനെയും മുണ്ടനെയും നിഷൂദനം ചെയ്ത ആള്. മധുസൂദനൻ നമ്മൾ കേട്ടിട്ടുണ്ട്. മധുവിനെ കൊന്നയാളാണ് മധുസൂദനൻ, വിഷ്ണു. അതേപോലെ ചണ്ഡമുണ്ടന്മാരെ നിസൂദനം ചെയ്തയാള് ആണ്, ചണ്ഡനെയും മുണ്ടനെയും കൊന്ന ദേവിയാണ് ചണ്ഡമുണ്ട നിഷൂദിനി. പിന്നെ രക്താംഗി, രക്തമായിരിക്കുന്ന അംഗത്തോട് കൂടിയവൾ രക്താംഗി. രക്തം ചുവപ്പ് നിറം, ചുവപ്പ് നിറമുള്ള ശരീരത്തോട് കൂടിയ ദേവി. രക്തനയന, നയനം കണ്ണ്, അപ്പൊ ചുവന്ന കണ്ണുകളോട് കൂടിയ ദേവി. രക്താംബര വിരാജിത, രക്ത അംബര വിരാജിത, രക്തം ചുവന്ന, അംബരം വസ്ത്രം, ചുവന്ന വസ്ത്രത്തോടുകൂടി വിരാജിക്കുന്നവൾ, അങ്ങനെയുള്ള ദേവി. രക്തബീജവധോദ്യുക്ത, രക്തബീജനെ വധം ചെയ്യാൻ ഉദ്യുക്തയായിട്ടുള്ള ദേവി. ഈ രക്തബീജൻ എന്ന് പറഞ്ഞിട്ടൊരു അസുരനുണ്ട്. ആ അസുരനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഭദ്രകാളി ഭഗവതി ഒരുങ്ങിയിട്ടുണ്ട്. ഈ രക്തബീജന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ആ രക്തബീജന്റെ ഒരു രക്തം താഴേക്ക് വീണിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്തുനിന്ന് അനേകം രക്തബീജന്മാരുണ്ടാവുന്നതാണ്. എത്രയാണെന്നൊരു കണക്കൊക്കെ ഉണ്ട്. എനിക്ക് കണക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. 1000 10,000 അങ്ങനെ എന്തോ ഒരു 100 അങ്ങനെ എന്തോ ഒരു കണക്ക് പറയുന്നുണ്ട്. അത്രയും ഓരോ തുള്ളിയുടെ അതിൻ്റെ അകത്തുനിന്നും ഇത്രയും രക്തബീജന്മാരുണ്ടാവും. ഈ ഓരോ രക്തബീജന്മാർക്കും ഇത്രയും ശക്തി ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു വരം കിട്ടിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ സംഭവിക്കുന്നുണ്ട്. രക്തം താഴേക്ക് വീഴുന്നുണ്ട്, കുറെ രക്തബീജന്മാരുണ്ടാവുന്നുണ്ട്, അതിനൊക്കെ കൊല്ലുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഓരോ സംഭവങ്ങളുണ്ട്. ഏതായാലും ആ കഥയിലേക്ക് നമ്മളിപ്പോ കിടക്കുന്നില്ല. ഏതായാലും ആ രക്തബീജൻ എന്ന
അസുരനെ വധം ചെയ്യാൻ ഉദ്യുക്ത എന്ന് പറഞ്ഞാൽ ഒരുങ്ങിയിരിക്കുന്നതായ ദേവിയാണ്. അതിന് വേണ്ടിയിട്ട് ഒരുങ്ങാണ്, വധം ചെയ്യാൻ ഒരുങ്ങി എന്നാണ്, വധം ചെയ്യാൻ ഒരുങ്ങിയിട്ടുള്ള ദേവിയാണ്. രണഭൂമി നിവാസിനി, രണഭൂമിയിൽ നിവസിക്കുന്നവൾ. അപ്പൊ ഈ രക്തബീജനെ കൊല്ലുക എന്നൊക്കെ പറഞ്ഞാൽ അത് രണഭൂമി തന്നെയാണല്ലോ. അപ്പൊ ഏതായാലും അങ്ങനെ രണഭൂമിയിൽ നിൽക്കുന്ന ദേവിയാണ്. ഈ ഭഗവതിയുടെ തന്നെ വേറൊരു ഭാവത്തില് പിന്നെ പോരിന് ഒരുങ്ങിയ കാളിയായിട്ട് പോർക്കാളി, അത് പോർക്കലി ആയിട്ട് പറയാറുണ്ട്. ശ്രീപോർക്കലി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ആ ശ്രീപോർക്കലിയുടെ പൂജ പലതരത്തിലുണ്ട്. ചിലതിൽ ഭദ്രകാളിയായിട്ടുണ്ട്, ചിലതിൽ ദുർഗയായിട്ടുണ്ട്, അങ്ങനെ പലതിക്കലുണ്ട്. എന്തായാലും ആ ദേവി എന്നർത്ഥം. ആ രണഭൂമി നിവാസിനി, രണത്തിന് ആയിട്ട് ഒരുങ്ങിയിരിക്കുന്ന, ആ രണഭൂമിയിൽ നിൽക്കുന്നത് യുദ്ധം ചെയ്യാൻ തന്നെയാണല്ലോ, വേറൊരു ആവശ്യത്തിനല്ല. അപ്പൊ അതിനു വേണ്ടി ഒരുങ്ങിയിട്ടുള്ള ദേവി എന്നർത്ഥം. പിന്നെ ഗജചർമാംബരധര, ഗജചർമ്മം, ഗജം എന്ന് പറഞ്ഞാൽ ആനയാണ്, ആനയുടെ ചർമ്മം, ചർമ്മം എന്ന് പറഞ്ഞാൽ തോല്. ആ ആനയുടെ തോല് കൊണ്ട് അമ്പരം, വസ്ത്രം ഉണ്ടാക്കിയിട്ട് അതിനെ ധരിച്ച ആൾ ഗജചർമാംബരധര. അടുത്തത് ഭിന്നാഞ്ജന സമപ്രഭാന്നാണ്. ഈ ഭഗവതിയുടെ നിറം നമുക്കറിയാം, കറുപ്പ് നിറമാണ് ഭദ്രകാളിക്ക്. ആ കറുപ്പിന്റെ എത്രാണ്ട് ശക്തി ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു വാക്കിന്ന് മനസ്സിലാവുക. അഞ്ജനത്തിന്റെ കറുപ്പ് നമുക്കറിയാം, നല്ല കറുപ്പാണ്. പക്ഷേ അതും പോരാ, ഭിന്നാഞ്ജന സമപ്രഭ എന്നാണ് പറഞ്ഞത്. അപ്പോ സാധാരണ ഒരു അഞ്ജനം അതിന്റെ ഒരു നിറം ഉണ്ടാവും, അത് ചിലപ്പോൾ പൊടിയൊക്കെ ആയിട്ട് കുറച്ചൊക്കെ പിന്നെ ഒരു നിറം മങ്ങിയിട്ടുണ്ടാവാം ചിലപ്പോ. അതിനെ ഒന്ന് പൊട്ടിക്കുക, ഒന്ന് മുറിക്കുക, ഭിന്നം ചെയ്താൽ അതിന്റെ ഉള്ളിലുള്ള നിറം അത്രയും നിറത്തോടു കൂടിയ ഭിന്നമായിരിക്കുന്ന അഞ്ജനത്തിന്റെ അതിന് തുല്യമായ പ്രഭയോടുകൂടിയ ദേവി, ഭിന്നാഞ്ജന സമപ്രഭ. ഭക്തപ്രിയ, അത് നമുക്കറിയാം, ഭക്തന്മാരോട് പ്രിയം ഉള്ള ദേവിയാണ്, ഭക്തിയുള്ളവരോട് പ്രിയമുള്ള ദേവിയാണ്. ഭക്തവശ്യ, ഭക്തന്മാരെ തന്നിലേക്ക് ആകർഷിക്കുന്ന, വശീകരിക്കുന്ന ദേവി. അല്ലെങ്കിൽ പിന്നെ ഭക്തന്മാരാൽ ഇങ്ങോട്ട് വശീകരിക്കപ്പെടുന്ന ദേവി എന്നായാലും തെറ്റൊന്നുമില്ല. ഭക്തവശ്യ. ഭക്താനാം അഭയങ്കരി, ഭക്തന്മാർക്ക് അഭയത്തെ ഉണ്ടാക്കുന്ന ദേവിയാണ്. ഭക്തിയുള്ള ആൾക്കാരാണ് ഭക്തന്മാര്. ആ ഭക്തന്മാർക്ക് അഭയത്തെ ചെയ്യുന്ന ദേവി. അഭയം എന്ന് പറഞ്ഞാൽ ഭയമില്ലാത്ത അവസ്ഥ, അവർക്കൊക്കെ അഭയം കൊടുക്കുന്ന ദേവിയാണ് ഭക്താനാം അഭയങ്കരി. പിന്നെ ഭൈരവി എന്നുള്ള പേര്. ഭൈരവി എന്ന് പറയുമ്പോൾ പിന്നെ ഈ ഭദ്രകാളിയും ഈ ഭൈരവൻ ആയിട്ടൊക്കെ ഒരുമിച്ച്, വീരഭദ്രൻ ഭദ്രകാളി എന്നൊക്കെ പറയുന്ന പോലെ ഈ ചിലതിക്കിലൊക്കെ ഭദ്രകാളിയും ഭൈരവനും ആയിട്ട് ഉണ്ട്. ആ ഭൈരവന്റെ ആ ഒരു ഭാവത്തിലുള്ള സ്ത്രീ ഇതാണ് ഭൈരവി എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഭൈരവി. ഭൈരവ ആരാധ്യ, നമ്മൾ നേരത്തെ പറഞ്ഞ ഭൈരവൻ, ആ ഭൈരവനാൽ ആരാധിക്കപ്പെടുന്ന ദേവിയാണ്. ഭൈരവൻ എന്നുള്ള ആ ദേവനാല്, ദേവൻ എന്നോ എന്ത് വേണേ പറയാം, ആരാധിക്കപ്പെടുന്ന ദേവിയാണ്. പിന്നെ മഹാഭൈരവ പൂജിത, ഈ ഭൈരവന്മാർ കുറെ ഉണ്ട്, അതില് മഹാഭൈരവനുണ്ട്. ആ മഹാഭൈരവനും പൂജിക്കുന്നുണ്ട് ദേവിയെ, മഹാഭൈരവനാൽ പൂജിക്കപ്പെടുന്ന ദേവിയാണ്. പിന്നെ ജ്വാലാമുഖി, മുഖം ഒരു ജ്വാല പോലെയുള്ള ദേവിയാണ്. ജ്വാല എന്ന് പറഞ്ഞാൽ തീജ്വാല എന്നൊക്കെ പറയില്ലേ, അങ്ങനെ വളരെയധികം തിളങ്ങുന്ന ഒരു രൂപം. കണ്ടാല് തീജ്വാലയാണോ എന്ന് സംശയം തോന്നും, അത്രയും ഭയാനകമെന്നോ എന്നൊക്കെ പറയാം. അങ്ങനെയുള്ള ഒരു മുഖത്തോടു കൂടിയ, ഒരു തീ പോലെ ജ്വലിക്കുന്ന മുഖത്തോടു കൂടിയ, അതുകൊണ്ട് തന്നെ ഘോരരൂപ, ഘോരമായിട്ടുള്ള രൂപമാണ്. സർവലോക ഭയങ്കരി, സർവലോകത്തിനും ഭയത്തെ ഉണ്ടാക്കുന്ന ദേവിയാണ്. എല്ലാരെയും പേടിപ്പിക്കുന്ന ദേവിയാണ് എന്നൊക്കെ അങ്ങനെ അങ്ങോട്ട് പറയണ്ട. ഈ ലോകം എന്നൊക്കെ പറഞ്ഞാല് നമ്മൾ കാണുന്നതാണ് ലോകം. ലോകനം ചെയ്യാനുള്ളതാണ് ലോകം. ആ ലോകത്തിന് നമ്മൾ പലതും കാണുന്നുണ്ട്. അപ്പൊ ശരിക്കും അതിന്റെ അപ്പുറത്താണ് ശരിയായിട്ടുള്ള
നമ്മൾ എത്തിപ്പെടേണ്ട സ്ഥലം. അങ്ങനെയുള്ള ലോകത്തിന് ഭയത്തെ ഉണ്ടാക്കുന്നു. അപ്പോൾ ഇതല്ല വേണ്ടത് എന്നുള്ള ബോധം നമുക്ക് ഉണ്ടാക്കി തരുന്ന ദേവി എന്ന് അർത്ഥമായിട്ട് എടുക്കണം. ഇനി ഈ ലോകത്തിൽ വേറൊരു സാമാന്യ അർത്ഥമായിട്ട് പറയുകയാണെങ്കിൽ സർവ്വലോകത്തിനും ഭയത്തെ ഉണ്ടാക്കുന്ന ദേവി എന്ന് പറയുമ്പോൾ ആ ഒരു ഭയത്തെ ഉണ്ടാക്കുന്ന ഒരു ദേവിയാണെങ്കിലാണ് ഈ ഉപദ്രവം ഇല്ലാതിരിക്കാം, നല്ല ആൾക്കാർക്ക് ഉപദ്രവം ഇല്ലാതിരിക്കണമെങ്കിൽ അങ്ങനെ ഒരു ദേവി ഉണ്ടാവണം. അങ്ങനെ ഒരു അർത്ഥം സാമാന്യമായിട്ടും പറയാം. മറ്റേത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെയും കരുതാം. മണിമഞ്ജീര നിനദ. മണി എന്ന് പറയുമ്പോൾ മണി തന്നെ. അപ്പോ മണികളെ കൊണ്ട് മണിയുടെ മഞ്ജീരധ്വനി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അങ്ങനെ നല്ലതായിട്ടുള്ള ആ നിനദം എന്ന് പറഞ്ഞ ശബ്ദമാണ്. അങ്ങനെയുള്ള ശബ്ദത്തോട് കൂടിയ ദേവി. ശബ്ദം ഇങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി വേറെ തരത്തിലുള്ള ശബ്ദങ്ങളൊക്കെ ഇനി പറയാൻ പോകുന്നുണ്ട്. കിങ്കിണി ജാലഭൂഷിത. ഈ കിങ്കിണി എന്നൊക്കെ പറഞ്ഞാല് ഈ നമ്മൾ സാധാരണ അരയിൽ കിങ്കിണി ധരിച്ചു എന്നൊക്കെ പറയാറില്ലേ, അങ്ങനെയുള്ള കുറെ കിങ്കിണികൾ ഉണ്ട്. കിങ്കിണി ജാലം എന്ന് പറഞ്ഞ കൂട്ടമാണ്. കിങ്കിണികളുടെ ജാലം, ആ ജാലം കൊണ്ട് ഭൂഷിതയാണ്, അലങ്കരിക്കപ്പെട്ട ദേവിയാണ്. പിന്നെയുള്ളത് കുംഭീന്ദ്ര കുണ്ടലധര. കുണ്ടലത്തെ ധരിച്ചിട്ടുണ്ട്. കുണ്ടലം കാതില് ചെവിയിൽ ഇടുന്നതാണ് കുണ്ടലം. ആ ചെവിയിലിട്ട കുണ്ടലം എന്താണ്? കുംഭീന്ദ്രനാണ്. കുംഭീന്ദ്രൻ എന്ന് പറഞ്ഞാൽ ആന. വെറും ആനയല്ല, ആന ഇന്ദ്രൻ, കുംഭീന്ദ്രൻ. ആന ശ്രേഷ്ഠൻ എന്ന് പറയാം. ആനകളുടെ രാജാവായിട്ടുള്ള അത്രയും ശ്രേഷ്ഠത്വമുള്ള ഒരു കുംഭീന്ദ്രനെയാണ് ഒരു കാതില്, മറ്റേ കാതിലും അതേപോലെ. അപ്പൊ രണ്ട് കാതിലും പിന്നെ കുംഭീന്ദ്രന്മാര് ഉള്ള കുണ്ടലത്തെ ധരിച്ച ദേവിയാണ്. പിന്നെ കുംഭികുംഭസ്തനദ്വയി. രണ്ട് സ്ഥലങ്ങൾ ഏതുപോലെയുള്ളതാണെന്നാണ് പറയുന്നത്. കുംഭിയുടെ കുംഭം പോലെയുള്ള സ്ഥലങ്ങള്. കുംഭി എന്ന് പറഞ്ഞാൽ ആന തന്നെ. ആനയുടെ കുംഭം എന്ന് പറഞ്ഞാൽ മസ്തകം. ആനയുടെ മസ്തകം വളരെ നല്ല ആനയുടെയൊക്കെ ലക്ഷണം പറയുന്ന സമയത്ത് വളരെ വലുതായിട്ടുള്ള അതാണ് പറയാ. അങ്ങനെയുള്ള മസ്തകം പോലെയുള്ള സ്ഥലത്തോട് കൂടിയ. പിന്നെ നാനാരത്ന വിചിത്രാംഗി. നാനാതരത്തിലുള്ള പലതരത്തിലുള്ള രത്നങ്ങൾ. നമ്മള് നവരത്നം എന്നൊക്കെ പറയും, അതിൽ കൂടുതൽ രത്നങ്ങളുണ്ട്. അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള രത്നങ്ങളും ഉണ്ട്. വിചിത്രം. ചിത്രം എന്ന് പറഞ്ഞാല് ഒന്നിൽ കൂടുതലായ ചിത്രമായി എന്നാണ്. ഒരു നിറത്തിൽ കൂടുതൽ ആയാൽ ചിത്രമായി. രണ്ട് നിറ ആയാലും അത് ചിത്രമായി എന്ന് പറയാം. ഒന്നിൽ കൂടുതൽ നിറങ്ങൾ ഉള്ളതിനാണ് ചിത്രം എന്ന് സംസ്കൃതത്തിൽ പറയാം. അപ്പോ പലതരത്തിലുള്ള നാനാതരത്തിലുള്ള രത്നങ്ങളെ കൊണ്ട് വിചിത്രമായ അംഗത്തോടു കൂടിയ ദേവി. ശരീരത്തിൽ പല സ്ഥലത്തും ഇങ്ങനെയുള്ള രത്നങ്ങൾ ധരിച്ചിട്ടുണ്ട്. പിന്നെ വിദ്യുത് പുഞ്ച സമപ്രഭ. വിദ്യുത് പുഞ്ചം സമപ്രഭ. ആ പ്രഭ എങ്ങനെയുള്ളതാണ്? ആ വിദ്യുത് പുഞ്ചം എന്ന് പറഞ്ഞാല് ഈ മിന്നലാണ്. ആ മിന്നലിനോട് തുല്യമായിട്ടുള്ള പ്രഭയോടുകൂടി. ആ പ്രഭയെയാണ് പറയുന്നത്, നിറത്തിനല്ല. ആ പ്രഭ കറുപ്പ് നിറമാണെങ്കിലും ചുവപ്പ് നിറമാണെങ്കിലും അതിനൊരു പ്രഭയുണ്ട്. ആ പ്രഭയാണ് പറയുന്നത് വിദ്യുത്ത് പോലെ, അതായത് മിന്നല് പോലെ. അത്രയും അപ്പൊ നമുക്കൊന്നും നോക്കാനാവില്ല, അത്രയും വളരെ കൂടുതലായിട്ടുള്ള തേജസ്സോട് കൂടിയ പ്രഭയോട് കൂടിയ ദേവിയാണ്. പിന്നെ ഘോര അട്ടഹാസ നിനദ. ഘോരമായിരിക്കുന്ന അട്ടഹാസം, അട്ടഹാസം ആകുന്ന ശബ്ദത്തോടു കൂടിയ നിനദ ശബ്ദം. ഘോരമായിരിക്കുന്ന അട്ടഹാസമാകുന്ന ശബ്ദത്തോടു കൂടിയ ദേവി. എന്നാൽ ഇതേ ഭാവം അല്ല എപ്പോഴും. മന്ദഹാസയുമാണ്, മന്ദമായിട്ട് ഹസിക്കുന്ന ദേവിയും ആണ്. ഓരോരോ ഭാവങ്ങളാണ്. പിന്നെ അസിധാരിണി. അസി എന്ന് പറഞ്ഞാല് വാളാണ്. ആ വാളിനെ ധരിച്ച ദേവിയാണ്. ഈശ്വരി. ഈശ്വരി എന്നുള്ള വാക്കിന്റെ അർത്ഥം ഐശ്വര്യമുള്ളത് എന്നുള്ള അർത്ഥത്തിലാണ് ഈശ്വരി എന്നുള്ള പദം. ഈശ്വരി. പുണ്യഭരിത. പുണ്യം ഭരിതമായിട്ടുള്ള, ധാരാളമായിട്ട് പുണ്യം ഉള്ള ദേവിയാണ്. പുണ്യത്തെ കൊടുക്കണമെങ്കിൽ ധാരാളം പുണ്യം ഉണ്ടാവണമല്ലോ. പുണ്യം എന്ന് പറഞ്ഞാൽ പുനി, ശുദ്ധമായിട്ടുള്ള പാവനമായിട്ടുള്ള അവസ്ഥ എന്നൊക്കെയാണ് പുണ്യം എന്നുള്ള വാക്കിന് പറയാം. അപ്പൊ അങ്ങനെ
ധാരാളമായിട്ട് പുണ്യത്തോടു കൂടിയ ദേവി. സർവശക്തി സ്വരൂപിണി, എല്ലാ ശക്തിയും ഉള്ള സ്വരൂപത്തോടു കൂടിയ ദേവി. രക്തേശ്വരി, ദേവിയുടെ വേറൊരു ഭാവമാണ് രക്തേശ്വരി. അപ്പോ രക്തേശ്വരി എന്ന് പറയുമ്പോൾ ഒരു ദേവിയായിട്ട് തന്നെ ഭാവമുണ്ട്. രക്തനിറത്തിലുള്ള ഈശ്വരി എന്നൊരർത്ഥവും ഭദ്രകാളിക്ക് തന്നെ പറയാം. ചുവപ്പ് നിറത്തിലുള്ള ഈശ്വരി. മഹാകാളി, ഈ കാളിയിൽ തന്നെ ഓരോരോ ഭാവങ്ങൾ ഓരോരോ സമയത്ത് സ്വീകരിക്കുന്നുണ്ട്. അതിൽ മഹാകാളിയായിട്ട് വന്നു എന്നൊക്കെ ഈ ദേവി ഭാഗവതത്തിലൊക്കെ ചിലതിക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള മഹാകാളി ഭാവം. സപ്തമാതൃഗണാധിപ, സപ്തമാതൃക്കള്, ആ മാതൃക്കളുടെ ഗണം, അതിന്റെ അധിപയായിട്ടുള്ള ദേവി. സപ്തമാതൃക്കള് എന്ന് പറഞ്ഞാല് അതിനൊരു കാരണമുണ്ട്. ഒരു അസുരനെ വധിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ആ അസുരനെ ദേവന്മാർക്ക് കൊല്ലാനാവില്ല, ദേവിമാർക്ക് മാത്രമേ കൊല്ലാൻ സാധിക്കൂ. അപ്പൊ ആ അസുരനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഭദ്രകാളി പോകുമ്പോഴ് ആ സഹായത്തിനായിട്ട് ഈ എല്ലാ ദേവന്മാരും അവരവരുടെ ശക്തികളെ കൊണ്ട് ഓരോരോ ദേവി രൂപങ്ങൾ ഉണ്ടാക്കുകയാണ്. അപ്പൊ അതാണ് സപ്തമാതൃക്കളായിട്ട് പറയുന്നത്. ഈ ബ്രഹ്മാവ് ബ്രഹ്മാണിയെ സൃഷ്ടിച്ചു, മഹേശ്വരൻ ആയിട്ടുള്ള ദേവൻ മാഹേശ്വരിയെ സൃഷ്ടിച്ചു, അതുപോലെ സുബ്രഹ്മണ്യൻ കൗമാരിയെ സൃഷ്ടിച്ചു, വിഷ്ണു വൈഷ്ണവിയെ സൃഷ്ടിച്ചു, അതുപോലെ വാരാഹി വരാഹം വരാഹത്തിന് അതായിക്കോട്ടെ, അത് ആ വിഷയമല്ല, ഞാൻ പറയാം, ആലോചിച്ച് പറയാം. പിന്നെ ഇന്ദ്രൻ ഇന്ദ്രാണിയെ സൃഷ്ടിച്ചു, രുദ്രൻ ചാമുണ്ടിയെ സൃഷ്ടിച്ചു, അങ്ങനെ പറയുന്നുണ്ട്. പ്രജാപതി ആണ് പിന്നെ വാരാഹിയെ സൃഷ്ടിച്ചത്. ഇങ്ങനെ ഓരോരോ ദേവന്മാരും അവരവരുടെ ശക്തികളെ കൊണ്ട് ഓരോരോ ദേവീ രൂപങ്ങളെ സൃഷ്ടിച്ച് 7 ദേവീ രൂപങ്ങൾ, അതാണ് സപ്ത മാതൃക്കളായിട്ട് മാറിയത്. ആ മാതൃഗണങ്ങള് അതിന്റെ അധിപയായിട്ടുള്ള ദേവി, അതാണ് സപ്തമാതൃഗണാധിപ. പിന്നെ കരുണാലോല ഹൃദയ. അപ്പൊ ദേവി ഇതുപോലെ ഭീകരമായിട്ടുള്ള അവസ്ഥയൊക്കെ ആണെങ്കിലും ദേവിയുടെ വേറൊരു ഭാവമാണ് പറയുന്നത്. കരുണാലോല ഹൃദയ, കരുണ കൊണ്ട് ആലോലം അല്ലെങ്കിൽ ലോലമായിട്ടുള്ള ഹൃദയത്തോടു കൂടിയ ദേവിയും ആണ്. കാരുണ്യാമൃത വരുഷണി, കാരുണ്യമാകുന്ന അമൃതത്തെ വരുഷിക്കുന്ന പൊഴിക്കുന്ന ദേവിയാണ്. പിന്നെ കപാല ശൂല ചർമ്മ അസി പാശ അങ്കുശ ഹലം, ഇതൊക്കെ ആയുധമായിട്ടുള്ള ദേവിയാണ്. കപാലം എന്ന് പറഞ്ഞാൽ കയ്യിൽ ഇങ്ങനെ പിടിക്കുന്ന പാത്രം, ശൂലം, ചർമ്മ എന്ന് പറഞ്ഞാല് ഈ തോല് എന്നാണ് അർത്ഥമെങ്കിലും അത് പരിചയാണ്. പഴയകാലത്ത് പരിച ഉണ്ടാക്കുന്നത് ചില ജീവികളുടെ തോല് കൊണ്ടാണ്. അപ്പൊ ചർമ്മ. അസി എന്ന് പറഞ്ഞാൽ വാള്, പിന്നെ പാശം കയറ്, അങ്കുശം തോട്ടി, ഹലം എന്ന് പറഞ്ഞാൽ കലപ്പയാണ്. ഇതൊക്കെ ആയുധങ്ങളായിട്ട് ഉള്ള ദേവി. പിന്നെ ഹരക്രോധാനല ജ്വാല, ഹരൻ എന്ന് പറഞ്ഞാല് ശിവനാണ്. ആ ശിവന്റെ ക്രോധം അനലൻ, ശിവന്റെ കോപമാകുന്ന അനലൻ, കോപമാകുന്ന തീയ്, ആ തീയ് ഒരു ജ്വാലയായിട്ട് വന്നിട്ടുള്ള ദേവിയാണ്. ഹരക്രോധാനല ജ്വാല. അപ്പോ ശിവന്റെ ക്രോധമാണ് ഒരു തീയായിട്ട് ഒരു ജ്വാലയായിട്ട് വന്നത്. അങ്ങനെ അത് ഈ ദേവിയാണ് എന്ന് പറയുന്നു. അപ്പൊ ശിവന്റെ ക്രോധത്തിൽ നിന്ന് ആ തൃക്കണ്ണിൽ നിന്ന്, 3-ാം തൃക്കണ്ണിൽ നിന്ന് ഉണ്ടായ ദേവിയാണ് എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു പേര് വരാൻ കാരണം. മഹാരൗദ്ര, രൗദ്ര എന്ന് പറഞ്ഞാൽ രൗദ്രഭാവത്തിലുള്ള ദേവി, മഹാരൗദ്ര, വളരെയധികം ഗൗരവത്തിലുള്ള. അരിഭീഷണ, അരി എന്ന് പറഞ്ഞാൽ ശത്രുവാണ്, ശത്രുക്കൾക്കൊക്കെ ഭീഷണം ആയിട്ടുള്ള ദേവി. ഭീഷണം, അവരെയൊക്കെ പേടിപ്പിക്കുന്ന, അവർക്കാണ് പേടി. അപ്പൊ അതുകൊണ്ട് എന്താന്ന് വെച്ചാൽ അരി അല്ലാതെ ആവണം, അത്രേ ഉള്ളൂ. അപ്പൊ നമ്മള് ദേവിയുടെ ശത്രു അല്ലാതിരുന്നാൽ മതി, അപ്പൊ നമുക്ക് പേടിയില്ല. അപ്പൊ നമ്മുടെയാണ് ദേവി എന്ന് നമുക്ക് തോന്നിയാൽ മതി. അങ്ങനെ ആകുമ്പോൾ നമുക്ക് പേടിയില്ല. അപ്പൊ അരികൾക്ക് മാത്രമാണ് പേടിയുള്ളത്. അതുകൊണ്ട് നമ്മുടെ ആ അരി എന്നുള്ള ഭാവം ഇല്ലാതാക്കി കഴിഞ്ഞാൽ ദേവി നമുക്ക്
പേടിയല്ല ഉണ്ടാക്കുക, നമുക്ക് വളരെയധികം സന്തോഷവും ഒരു ഒരു സുഖം എന്നല്ല, ഒരു ധൈര്യവും ഒക്കെയാണ് ഉണ്ടാവുക. പിന്നെ ശിവപ്രിയ സുധാ, ശിവന്റെ പ്രിയപ്പെട്ട സുധാ, ശിവന്റെ ഇഷ്ടപ്പെട്ട ഒരു മകള്. ആ ഒരർത്ഥത്തിൽ പറയാം. ശിവം എന്ന് പറഞ്ഞ മംഗളം, മംഗളകരമായിട്ടുള്ള ഒരു പ്രിയസുധ എന്നുള്ള അർത്ഥത്തിലും പറയാം. ഈ സർവ എന്ന് പറഞ്ഞാല് എല്ലാമായിട്ടുള്ള ദേവി, അതാണ് സർവ. എന്തൊക്കെ വേണോ അതൊക്കെ, അതാണ് സർവ. പിന്നെ സർവലോകേശ്വരേശ്വരി, സർവ ലോകത്തിന്റെ ഈശ്വരന്മാർക്കും ഈശ്വരിയായിട്ടുള്ള. ഈ ലോകേശ്വരന്മാര് എന്ന് പറഞ്ഞാല് ഈ ലോകത്തിന്റെ ഈശ്വരന്മാര്, ഈ ലോകപാലന്മാര്. അപ്പൊ എല്ലാ ലോകത്തിന്റെയും പാലകന്മാര്, എല്ലാ ലോകങ്ങളെയും ഭരിക്കുന്ന ആ ഈശ്വരന്മാർക്കും ഈശ്വരിയായിട്ടുള്ള ദേവി എന്നർത്ഥം. അതാണ് സർവലോകേശ്വരേശ്വരി. പിന്നെ നീലാംബോധ നിഭ, നീല അംബോധ നിഭ. നീല എന്ന് പറഞ്ഞാല് കറുപ്പ് എന്നോ നീല എന്നൊക്കെ പറയാം. അംബോധം എന്നുള്ള വാക്കിന്റെ അർത്ഥം മേഘം എന്നാണ്. അംബസ്സിനെ ദാനം ചെയ്യുന്നതാണ് അംബോധം. അപ്പോ നീല നിറത്തിലുള്ള, കറുത്ത നിറത്തിലുള്ള മേഘത്തിന്റെ നിഭ, ശോഭയോടുകൂടിയ ദേവി, അതാണ് നീലാംബോധ നിഭ. പിന്നെ അടുത്തത് അഭോഗ കബരീഭാര ശോഭിത, അഭോഗ കബരീഭാര ശോഭിത. കബരീഭാരം, അഭോഗമായിട്ടുള്ള കബരി. ഈ കബരി എന്നുള്ളത് ഒരു തരം ഇലയാണ്. അപ്പോ അങ്ങനെയുള്ള ഹിങ്കുപത്രം, അതാണ് കബരി. അത് ഉപയോഗിച്ചതല്ല എന്ന് വെച്ചാൽ പുതിയത് എന്നർത്ഥം. അങ്ങനെ പുതിയതായിട്ടുള്ള ഈ കബരികൾ അത് നല്ല സുഗന്ധമുള്ളതൊക്കെയാണെന്ന് തോന്നുന്നു. അപ്പൊ അങ്ങനെയുള്ള കബരികളുടെ ഭാരം കൊണ്ട് ശോഭിത. അപ്പൊ ധാരാളമായിട്ട് അത് അണിഞ്ഞിട്ടുണ്ട് എന്നർത്ഥം, ശരീരത്തിൽ അണിഞ്ഞിട്ടുണ്ട്. അതാണ് അഭോഗ കബരീഭാര ശോഭിത എന്ന് പറയാൻ കാരണം. കാണുന്നില്ലേ? പിന്നെ ഹാലാഹലോദ്ഭവ. ഹാലാഹലം എന്ന് പറഞ്ഞാല് ഒരുതരം വിഷമാണ്. ഹാലാഹലം വിഷം. ഹാലാഹലത്തിൽ നിന്നും ഉദ്ഭവിച്ച ദേവി, വിഷത്തിൽ നിന്നും ഉദ്ഭവിച്ച ദേവി എന്ന് ഒരർത്ഥം പറയാം. ഇനി ഹാലാഹലത്തെ ഉദ്ഭവിപ്പിച്ച ദേവി എന്നുള്ള അർത്ഥവും ആവാം. ഏതായാലും ആ വിഷം, ഹാലാഹലം എന്ന് പറഞ്ഞാൽ ഏറ്റവും അപകടകരമായിട്ടുള്ള ഒരു വിഷമാണ്. അപ്പോ അത്രയും ശക്തി ദേവിക്കുണ്ട് എന്നുള്ളതാണ് ഇതിനെക്കൊണ്ട് മനസ്സിലാവുക. പിന്നെ സർവസുഭഗ. ഭഗം എന്ന് പറഞ്ഞാൽ ഐശ്വര്യമാണ്. ഭഗവാൻ, ഭഗവതി എന്നൊക്കെ പറയുമ്പോ ഭഗം ഐശ്വര്യം, ഐശ്വര്യത്തോടു കൂടിയ, സർവസുഭഗ എല്ലാ ഐശ്വര്യത്തോടും കൂടിയ ദേവി. ഹരകന്യക, ഹരൻ ശിവൻ, ശിവന്റെ കന്യകയായിട്ടുള്ള ദേവി, ശിവന്റെ മകളാണല്ലോ, അതുകൊണ്ട് തന്നെ. പിന്നെ ധരാസുരൈ സദാസേവ്യ. ധരാസുരൻ, ധരാസുരൻ എന്ന് പറഞ്ഞാൽ ധര എന്ന് പറഞ്ഞാൽ ഭൂമിയാണ്. ധരാസുരൻ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ സുരൻ, സുരൻ എന്ന് പറഞ്ഞാൽ ദേവൻ, ഭൂമിയുടെ ദേവൻ, ഭൂദേവൻ, ഭൂസുരൻ എന്നൊക്കെ പറഞ്ഞാല് ബ്രാഹ്മണൻ ആണ്. അപ്പൊ ധരാസുരന്മാരാൽ, അപ്പോ ഭൂസുരന്മാരാൽ സദാ സേവ്യ, എല്ലായ്പ്പോഴും സേവിക്കപ്പെടുന്ന ദേവിയാണ്. നമ്മളിപ്പോ പലപ്പോഴും ചിലർക്കൊക്കെ ഒരു ധാരണ വരുന്നുണ്ട്, ഈ ഭദ്രകാളി എന്ന് പറഞ്ഞാല് നമുക്ക് ഒന്നും അങ്ങനെ ആരാധിക്കാൻ പറ്റിയൊരു ദേവിയല്ല. അതിന് ശരിക്കുള്ള ഒരു ഉത്തരാണ് ഇവിടെ പറഞ്ഞത്. ധരാസുരൈ സദാസേവ്യ, ബ്രാഹ്മണരാൽ ഭൂസുരന്മാരാൽ എല്ലായ്പ്പോഴും സേവിക്കപ്പെടുന്ന ദേവിയാണ് എന്നർത്ഥം. അപ്പൊ ഇവിടെ ഈ സുരൻ, ഭൂസുരൻ, ബ്രാഹ്മണൻ ഒക്കെ ആവണമെങ്കിൽ എന്തൊക്കെ യോഗ്യതകൾ വേണം എന്നുള്ളത് നമ്മൾ ആലോചിക്കാം. അങ്ങനെ ഉള്ള ഒരു
ആള് ആയി മാറിയാലാണ് ഈ ദേവിയെ പൂജിക്കാനും ഒക്കെയുള്ള ഒരു യോഗ്യത ശരിക്ക് വരിക. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ അവരൊക്കെ പൂജിക്കുന്ന ദേവിയാണ്. അപ്പൊ നമുക്ക് പൂജിക്കാൻ എന്തിനാണ് ഒരു സംശയം? അതിന്റെ ആവശ്യമില്ല. അപ്പൊ ഏതായാലും ബ്രാഹ്മണരാൽ നല്ലവണ്ണം പൂജിക്കപ്പെടുന്ന ദേവി എന്നുള്ള അർത്ഥം. പിന്നെ സിദ്ധഗന്ധർവ സേവിത, അതൊക്കെ ഓരോരോ വിഭാഗങ്ങളാണ്. ഈ ദേവന്മാര്, അസുരന്മാര് എന്നൊക്കെ പറയുന്ന പോലെ സിദ്ധന്മാര്, ഗന്ധർവന്മാര് എന്നൊക്കെ ഓരോ വിഭാഗമുണ്ട്. ആ സിദ്ധന്മാരാലും ഗന്ധർവന്മാരാലും സേവിക്കപ്പെടുന്ന ദേവിയാണ്. പ്രത്യങ്കിരി, അപ്പോ പ്രത്യങ്കിര എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില ഭാവങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഭാവത്തോടു കൂടിയ ദേവിയാണ്. അതൊക്കെ കുറച്ച് ഭയാനകമായിട്ടുള്ള ചില പ്രയോഗങ്ങൾക്കൊക്കെ പ്രയോഗിക്കുന്ന അങ്ങനെയൊക്കെയുള്ള ദേവിയാണ് പ്രത്യങ്കിര. അത് പ്രത്യങ്കിരി എന്നൊക്കെ പറയാം. ഭൂതധാത്രി, ഭൂതങ്ങൾക്ക് ധാത്രി ആയിട്ടുള്ള ദേവി. ഈ ധാത്രി എന്ന് പറഞ്ഞാല് നമ്മള് അമ്മയല്ല എന്ന് മാത്രം. ഈ പോറ്റമ്മാന്നും അങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട് ധാത്രിയെ. അപ്പൊ ഭൂതങ്ങൾക്ക് ഒരു ധാത്രി എങ്ങനെയാണോ അതേപോലെ എന്നർത്ഥം. ഭൂതങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാണ്? ഉണ്ടായതൊക്കെ ഭൂതങ്ങളാണ്. എന്തൊക്കെയാണോ ലോകത്തിൽ ഉണ്ടായിട്ടുള്ളത് അതൊക്കെ ഭൂതങ്ങളാണ്. അപ്പൊ എല്ലാ ജീവജാലങ്ങൾക്കും ധാത്രി ആയിട്ടുള്ള ദേവി. ഈ ധാത്രി എന്നുള്ളതിന് വേറൊരർത്ഥമുണ്ട്, നെല്ലിക്ക എന്നൊരർത്ഥം. അപ്പൊ ഈ നെല്ലിക്കയുടെ പ്രത്യേകത എന്താ? പലതരത്തിലുള്ള ഒരു മരുന്ന്, പല രോഗങ്ങൾക്കും ഈ നെല്ലിക്ക നല്ലൊരു മരുന്നാണ്. ഈ ത്രിഫലയിൽ പെട്ടതാണ്. അപ്പൊ അങ്ങനെ ധാത്രി എങ്ങനെയാണോ ഭൂതങ്ങൾക്ക്, അതേപോലെ ഭഗവതിയും നമ്മുടെ എന്ത് ആവശ്യങ്ങളും നമ്മുടെ എന്ത് ബുദ്ധിമുട്ടുകളും പറയാൻ പറ്റിയ ദേവിയാണ് എന്നൊക്കെ ഇതിൽ നിന്ന് മനസ്സിലാക്കണം. ഭൂതം എന്നുള്ള വാക്ക് നമ്മൾ പറഞ്ഞു ഉണ്ടായത് എന്ന് പറഞ്ഞു. ഭൂതഘ്നി, ഭൂതഘ്നി എന്ന് പറഞ്ഞാൽ ഭൂതങ്ങളെ കൊല്ലുന്ന. ഉണ്ടായത് ഇങ്ങനെ കുറെ കൂടി നിന്നിട്ട് കാര്യമില്ലല്ലോ, സൃഷ്ടി മാത്രം പോരാ, സംഹാരവും വേണം. അപ്പോ അതിനെയൊക്കെ നശിപ്പിക്കുകയും കൂടി ചെയ്യുന്നുണ്ട് ഭൂതഗ്നി. അതേപോലെ ഭിന്ന ഭൈരവി, ഈ ഭൈരവിയും ഈ പറഞ്ഞതുപോലെ തന്നെ പിന്നെ ദേവിയുടെ ഒരു ഭാവം തന്നെയാണ് ഭിന്ന ഭൈരവി. അത് അത്രയൊക്കെ പറയാനുള്ളൂ. നിത്യാനന്ദകരി, നിത്യാനന്ദത്തെ ഉണ്ടാക്കുന്ന ദേവിയാണ്. നിത്യാനന്ദം, എന്നും സന്തോഷം, അതാണ് നിത്യാനന്ദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിത്യാനന്ദത്തെ ചെയ്യുന്ന ദേവി. പിന്നെ നിത്യയായിട്ടുള്ള ദേവി, നിത്യാദേവി, നിത്യയായിട്ടുള്ള ദേവിയാണ്. അതാണ് നിത്യാദേവി, സ്ഥിരമായിട്ടുള്ള ദേവിയാണ്. ഹൈമവതി, ഹൈമവതി എന്ന് പറഞ്ഞാൽ ശരിക്ക് ഹിമവാന്റേതായിട്ടുള്ളതാണ് ഹൈമവതി. അപ്പൊ പാർവതിയുടെ പര്യായമാണ് ശരിക്കും. അപ്പൊ പാർവതിയും ഭദ്രകാളിയും ഒക്കെ ഒന്ന് തന്നെയാണ്. ശുഭ, ശുഭത്തെ ഉണ്ടാക്കുന്ന ശുഭയായിട്ടുള്ള ദേവിയാണ്. കാലാഗ്നി രുദ്ര തനയ, കാലാഗ്നി രുദ്രൻ, ഈ രുദ്രൻ എന്ന് പറഞ്ഞാൽ ശിവൻ. കാല അഗ്നിയാകുന്ന രുദ്രൻ, കാലാഗ്നിയാവുന്ന രുദ്രന്റെ പുത്രിയാണ്. കാളരാത്രി ഭയങ്കരി, ഈ കാളരാത്രി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഭയാനകമായിട്ടുള്ള രൂപം ദേവിക്കുണ്ട്, കാളരാത്രി. ആ ഭയങ്കരമായ രൂപത്തോടു കൂടിയ ദേവി. മഹാപ്രളയ ഗംഭീര, മഹാപ്രളയം ഒക്കെ വരുന്ന സമയത്ത് അവിടെ ഗംഭീരമായിട്ട് ദേവി ഉണ്ടാവും, നശിക്കാതെ ഉണ്ടാവും എന്നർത്ഥം. മഹാരണ്യ നിവാസിനി, അരണ്യത്തില് വസിക്കുന്ന ദേവിയാണ്. വലിയ കാട്ടില് വസിക്കുന്ന ദേവിയാണ്. അതിൻ്റെയൊക്കെ ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ പല പല അർത്ഥങ്ങളും പറയാനുണ്ട്. അപ്പോ അതൊന്നും ഇപ്പം തൽക്കാലം പറയുന്നില്ല, ഒരു സാമാന്യ അർത്ഥം മാത്രം നമുക്ക് പറഞ്ഞു പോവാം. ജ്ഞാനവിദ്യ, ജ്ഞാനത്തിന്റെ ആണ് ദേവി. ജ്ഞാനവിദ്യ, ജ്ഞാനം, അറിവിന്റെ വിദ്യ. ഈ അറിവും വിദ്യയും ഒക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അപ്പോ വിദ്യ കൊണ്ടാണ് നമുക്ക് ജ്ഞാനം ഉണ്ടാവുക. അപ്പോ അതാണ് ആ ഒരു വ്യത്യാസം. ജ്ഞാനത്തിന്റെ വിദ്യയാണ് ജ്ഞാനവിദ്യ. അപ്പൊ ജ്ഞാനം ഉണ്ടാവാനുള്ള വിദ്യയാണ് ദേവി. ജ്ഞാനപര, ജ്ഞാനം പരമായിട്ടുള്ള ദേവിയാണ് ജ്ഞാനപര. അപ്പൊ ജ്ഞാനം അങ്ങേയറ്റം ആയിട്ടുള്ള ദേവി. ജ്ഞാനസമ്പത് പ്രദായിനി, ജ്ഞാനമാകുന്ന സമ്പത്തിനെ പ്രദായിനി എന്ന് പറഞ്ഞാൽ കൊടുക്കുന്ന ദേവി.
ദായിനി, പ്രദായിനി, പ്രദാനം ചെയ്യുന്ന ദേവി. സമ്പത്തിനെ കൊടുക്കും. ഏത് സമ്പത്താണ്? ജ്ഞാനമാകുന്ന സമ്പത്തിനെ പ്രദാനം ചെയ്യുന്ന ദേവിയാണ് ജ്ഞാനസമ്പത് പ്രദായിനി. വേതാള ശിഖര ആരൂഢ, വേതാളത്തിന്റെ ശിഖരത്തിങ്കല് ആരൂഢയായിട്ടുള്ള ദേവി. ഈ വേതാളത്തിന്റെ മുകളിലാണ് ദേവി ഇരിക്കുന്നത്. ഈ വേതാളം എന്ന് പറഞ്ഞാൽ വളരെ ഭയാനകമായിട്ടുള്ള, ഈ ഭദ്രകാളിയെക്കാട്ടും വലിപ്പത്തിലുള്ള ഒരു രൂപമാണ് വേതാളം. അപ്പൊ അത് ഈ ദാരികനെ കൊല്ലാൻ പോകുന്ന സമയത്ത് ഈ വേതാളത്തിനെ കണ്ടു, വളരെ ഭയാനകമായിട്ടുള്ള രൂപം. അപ്പോ എന്നിട്ട് യുദ്ധം ഉണ്ടായോന്ന് അറിയില്ല, ഏതായാലും പിന്നെ വേതാളത്തിനോട് പറഞ്ഞു, നിനക്ക് ആവശ്യമുള്ളതൊക്കെ ഞാൻ തരാം, എൻ്റെ കൂടെ വന്നാൽ മതി. കുറെ കഴിക്കുകയാണല്ലോ വേണ്ടത്, ഭക്ഷണമാണല്ലോ വേണ്ടത്. അപ്പൊ കുറെ ആൾക്കാരെ കൊന്നിട്ട് അതിനുള്ള സാഹചര്യം ഞാൻ ഉണ്ടാക്കി തരാം, എൻ്റെ കൂടെ വന്നോളാൻ പറഞ്ഞ് അങ്ങനെ വാഹനമായിട്ട് കൂട്ടിയതാണ്. അപ്പൊ അതാണ് വേതാള ശിഖര ആരൂഢ, വേതാളത്തിന്റെ ശിഖരത്തിങ്കൽ മുകളിൽ ഇരിക്കുന്ന ദേവി. മഹാബല പരാക്രമ, മഹാബലം, പരാക്രമം ഇതൊക്കെയുള്ള ദേവിയാണ്. വലിയ ബലം, മഹാബലം, പരാക്രമം ഇതൊക്കെയുള്ളതായിട്ടുള്ള ദേവി. കഷ്ടദുഷ്ട വധോദ്യുക്ത, വധോദ്യുക്തയാണ്, ദുഷ്ടവധോദ്യുക്തയാണ്, കഷ്ടദുഷ്ട വധോദ്യുക്തയാണ്. ഉദ്യുക്ത എന്ന് പറഞ്ഞാൽ ഒരുങ്ങിയ ദേവി, വധോദ്യുക്ത എന്ന് പറഞ്ഞാല് വധം ചെയ്യാൻ വേണ്ടി ഒരുങ്ങിയ ദേവി, ദുഷ്ടവധോദ്യുക്ത എന്ന് പറഞ്ഞാൽ ദുഷ്ടന്മാരെ കൊല്ലാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന ദേവി. ഇനി കഷ്ടദുഷ്ടവധോദ്യുക്ത എന്ന് പറഞ്ഞാല് ഈ കൊല്ലാൻ ബുദ്ധിമുട്ടുള്ള, വളരെയധികം ബുദ്ധിമുട്ടുള്ളത്, അതാണ് ദുഷ്ട എന്നുള്ള വാക്കിന്റെ അർത്ഥം. ദുഷ്ടന്മാര് എന്നുള്ള അർത്ഥത്തിലല്ല. ഈ കഷ്ട എന്ന് പറഞ്ഞാൽ ഈ കൊല്ലാൻ വളരെ കഷ്ടമുള്ളത്, കടുപ്പമുള്ളത്, കുറച്ച് ബുദ്ധിമുട്ടുള്ള, വളരെ ശക്തരായിട്ടുള്ള ദുഷ്ടന്മാരുണ്ടാവും. അങ്ങനെയുള്ള ദുഷ്ടന്മാരെയൊക്കെ കൊല്ലാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന ദേവി. ശിഷ്ടപാലന തത്പര, ശിഷ്ടപാലനത്തില് തത്പരയായിട്ടുള്ള ദേവി. ശിഷ്ടന്മാരെ പാലിക്കുന്നതില് തത്പരയായിട്ടുള്ള ദേവിയാണ് ശിഷ്ടപാലന തത്പര. ഈ ശിഷ്ടന്മാര് എന്ന് പറഞ്ഞാൽ ആരാണ്? ശ്രേഷ്ഠന്മാരാണ് ശിഷ്ടന്മാര്. അത് മനസ്സിലാക്കാൻ നമ്മൾ ആ ശിഷ്ടൻ എന്നുള്ളതിന്റെ കൂടെ ഒരു വി ചേർത്താൽ മനസ്സിലാവും, നമുക്ക് അർത്ഥം അറിയാം. വിശിഷ്ടൻ, വിശിഷ്ടനായിട്ടുള്ള ആള് എന്നൊക്കെ നമ്മൾ ധാരാളമായിട്ട് പറയാണ്. ആ ഉപസർഗം ചേർക്കുമ്പോൾ അത് തന്നെയാണ്. ഉപസർഗം ഇല്ലാണ്ട് ശിഷ്ടൻ എന്ന് പറഞ്ഞാൽ ഇതേ അർത്ഥം തന്നെയാണ്. പൂജ്യൻ, പൂജിക്കപ്പെടേണ്ട ആളാണ് ശിഷ്ടൻ. അങ്ങനെയുള്ള പൂജിക്കപ്പെടേണ്ടതായിട്ടുള്ള ആൾക്കാര്, അവരെയൊക്കെ പാലിക്കുന്നതിൽ തൽപരയാണ്. അപ്പൊ അത്രയും ശ്രേഷ്ഠന്മാരായിട്ടുള്ള ആൾക്കാരെയൊക്കെ പാലനം ചെയ്യുന്നതിൽ, രക്ഷിക്കുന്നതില് തൽപരയായിട്ടുള്ള ദേവിയാണ്. സർവമായാപ്രശമനി, എല്ലാ മായകളെയും ശമനം ചെയ്യുന്ന, ഇല്ലാതാക്കുന്ന ദേവിയാണ്. ചിത്തവിഭ്രമ ഹാരിണി, ചിത്തവിഭ്രമത്തെ ഹരിക്കുന്ന ദേവിയാണ്. ചിത്തത്തിനുണ്ടാകുന്ന വിഭ്രമം, മനസ്സിനുണ്ടാകുന്ന വിഭ്രമം, അതില്ലാത്ത ആരുമില്ല. മനസ്സിന് വിഭ്രമം ഇല്ലാത്തവരും ആരുമില്ല. കാരണം നമ്മളിപ്പോ ഒരു വഴിക്ക് പോകുമ്പോ പിന്നെ പല പല സംശയങ്ങൾ നമുക്കുണ്ടാവും. ഈ വഴിക്ക് പോകണം, അപ്പുറത്തുള്ള വഴിക്ക് പോകണം. പിന്നെ സാധാരണ ചെറിയ ചെറിയ സംശയങ്ങളും ഉണ്ടാവും. ഏത് തരത്തിലുള്ള വസ്ത്രങ്ങൾ ഇടണം, അതൊക്കെ നിസ്സാരം, അതല്ല, അങ്ങനെയുള്ള കാര്യങ്ങളല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഈ ശരിയായിട്ടുള്ള കാര്യത്തിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് പിന്നെ എല്ലാവരുടെയും ഉദ്ദേശം എന്നുള്ളത് ആ പരമാത്മാവിലേക്ക് എത്തുക എന്നുള്ളതാണല്ലോ. അവിടേക്ക് പോകുന്ന സമയത്ത് ഈ നല്ല വഴി, ഇതാണ് നല്ല വഴി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഭ്രമം ഉണ്ടാവും. അപ്പൊ ഈ വഴി സ്വീകരിക്കുകയായിരിക്കും നല്ലത്, അല്ലെങ്കിൽ മറ്റേ വഴി സ്വീകരിക്കുകയായിരിക്കും നല്ലത്. ചിലർ പറയും പൂജകളും ഇതൊക്കെ ചെയ്താൽ മതി എന്ന് പറയും, ചിലർ പറയും ധ്യാനിച്ചാൽ മതി എന്ന് പറയും, ചിലർ പറയും ഭക്തി മതി എന്ന് പറയും. ഇങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ ഇടയിൽ ഏതാ ശരിയെന്ന് നമുക്കറിയില്ല. അപ്പൊ നമുക്കൊക്കെ ചിത്തവിഭ്രമുണ്ട്. അപ്പൊ അതിനൊക്കെ ഹരിക്കുന്ന ദേവിയാണ്. അതൊക്കെ ദേവിയെ ഉപാസിച്ചു കഴിഞ്ഞാൽ മാറും എന്നുള്ളതാണ് പറയുന്നത്. സർവമന്ത്രമയി, എല്ലാ മന്ത്രത്തോടു കൂടിയ ദേവിയാണ്. സർവമന്ത്രം, അതായത് മന്ത്രം എന്ന് പറഞ്ഞാൽ മനനം കൊണ്ട് രക്ഷിക്കുന്നതാണ് മന്ത്രം. അപ്പൊ അങ്ങനെ എല്ലാവരെയും, എല്ലാ മന്ത്രത്തോടും കൂടിയ, പലതരത്തിലുള്ള മന്ത്രങ്ങളുണ്ടല്ലോ, അപ്പൊ എല്ലാ മന്ത്രങ്ങളോടും കൂടിയ ദേവിയാണ്. പിന്നെ മാതാ എന്ന് പറഞ്ഞാൽ അമ്മ, എല്ലാവർക്കും അമ്മയായിട്ടുള്ള ദേവിയാണ്.
ഈ സർവയന്ത്രസ്വരൂപിണി. ഇപ്പൊ ഈ നമ്മൾ നേരത്തെ മന്ത്രമയി എന്ന് പറഞ്ഞല്ലോ, ഈ ദേവിയൊക്കെ പലതരത്തിൽ നിൽക്കും. മന്ത്ര സ്വരൂപത്തിൽ നിൽക്കും, യന്ത്രസ്വരൂപത്തിൽ നിൽക്കും. ഈ ഒരു പ്രത്യേക തരത്തിലുള്ള യന്ത്രങ്ങളൊക്കെ വരച്ചാൽ അവിടെ ദേവിക്ക് ഇരിപ്പിടായിട്ട് വരും. അങ്ങനെ യന്ത്രങ്ങളിൽ നിൽക്കും. അപ്പൊ അങ്ങനെ എല്ലാ തരത്തിലുള്ള യന്ത്രങ്ങളിലും സ്വരൂപത്തെ ഉള്ള ദേവിയാണ്. മഹാപാനം അധോന്മത്ത. മഹാപാനം, മഹാപാനം എന്ന് പറഞ്ഞാല് വലിയ പാനം. ഈ വലിയതായിട്ടുള്ള ഈ മദ്യം എന്ന് നമുക്കങ്ങനെ പറയാം എന്ന് മാത്രമേ ഉള്ളൂ. ഏതായാലും വിശിഷ്ടമായിട്ടുള്ള പാനീയം, ആ പാനീയം കുടിച്ചിട്ട് എന്നിട്ട് മത ഉന്മത്തയായിട്ടുള്ള ദേവിയാണ്. ഈ ദേവിയെ കുറിച്ച് നമ്മള് ചിലരൊക്കെ കേട്ടിട്ടുണ്ടാവും. ഈ മദ്യം കുടിക്കുന്ന ദേവി തന്നെയാണ്. ഏതോ ഒരു അമ്പലത്തില് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഭദ്രകാളിയാണ്. ഒരു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാര് അവിടെ ഈ മദ്യം കൊണ്ടുവയ്ക്കും. ആ മദ്യം ഉള്ളിലേക്ക് കൊണ്ടുപോകില്ല. അവര് അത് ആ നാലമ്പലത്തിന്റെ പുറത്തൊരു സ്ഥലത്ത് വെക്കുകയുള്ളൂ. അകത്ത് ഏതോ ഒരു പൂജയുടെ ഒരു ഇടയിലാണ്. ആ ഒരു പൂജയുടെ സമയത്ത് ആ ഒരു കൃത്യസമയമുണ്ട്. ആ കൃത്യസമയത്ത് ഇവര് ആ മദ്യം അവിടെ കൊണ്ടാക്കി. ആ പൂജ കഴിഞ്ഞാല് ഈ മദ്യം വെറും വെള്ളമായിട്ടുണ്ടാവുന്നതാണ് പറയുന്നത്. അപ്പൊ അവിടെ ഉള്ളതിനെ സ്വീകരിച്ചു എന്ന് പറയുമ്പോൾ ആ മദ്യം കുടിക്കുന്ന ദേവിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ പഴയ ദേവന്മാരും ഒക്കെ ഈ ഇതേപോലെയുള്ള സുരാപാനം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് അത് തന്നെയാണ്. അപ്പൊ ഏതായാലും ആ മഹാപാനം കൊണ്ട് മതോന്മത്തയായിട്ടുള്ള ദേവിയാണ്. മന്ദഹാസ വിലാസിനി. മന്ദഹാസ വിലാസിനിയാണ്. മന്ദഹാസം ചെറിയ ചിരിയാണ് മന്ദഹാസം. ആ മന്ദഹാസം കൊണ്ട് വിലാസിനി വിലസിക്കുന്നവൾ വിലാസിനി. ലസിക്കുക എന്നാണ് ശോഭിക്കുക. അപ്പോൾ നല്ല മന്ദഹാസത്തോടു കൂടിയ ദേവിയാണ് എന്ന് കരുതാം. അതന്നെയാണ് അർത്ഥം. ശ്മശാന നൃത്തനിലയാ. ശ്മശാനത്തിങ്കൽ നൃത്തനിലയാ, നൃത്തം ചെയ്യുന്ന രൂപത്തില് ഉള്ള ദേവി. ശ്മശാനം എന്ന് പറഞ്ഞാല് നമുക്കറിയാം, ഈ ശവങ്ങള് ദഹിപ്പിക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്ന സ്ഥലമാണ് ശ്മശാനം. അവിടെ നൃത്തം ചെയ്യുക. അപ്പൊ സാധാരണ നിലയ്ക്ക് ശ്മശാനം എന്ന് പറഞ്ഞാല് ഒരു മനുഷ്യന്റെ, ഒരു ജീവിയുടെ അത് അവിടെ അവസാനിക്കുന്ന സ്ഥലമാണ്. അവിടെ നൃത്തം ചെയ്യുന്ന ദേവി എന്ന് പറഞ്ഞാൽ അതൊരു അവസാനമൊന്നുമല്ല. അവിടെ ആണ് നൃത്തം ചെയ്യുന്നതെന്ന് പറയുമ്പോൾ അതിന്റെ ഒരു പ്രാധാന്യം നമുക്ക് ഒന്നുകൂടി മനസ്സിലാക്കാൻ സാധിക്കും. അവിടെ നൃത്തം ചെയ്യുന്ന ദേവി. ഭൂതപ്രമഥനായിക. ഈ നമ്മൾ നേരത്തെ പറഞ്ഞ സിദ്ധ ഗന്ധർവ എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ ഉള്ള ഒരു ഇത് തന്നെയാണ് ഭൂതങ്ങൾ. ശിവഭൂതങ്ങൾ എന്നൊക്കെ പറയുന്ന പോലെ ഭൂതങ്ങളുണ്ട്. അതുപോലെ പ്രമഥന്മാര് എന്ന് പറഞ്ഞതും അതേപോലെ തന്നെ ഒരു കൂട്ടമാണ്. അവർക്കൊക്കെ ഭൂതപ്രമഥ നായിക. ആ ഭൂതങ്ങൾക്കും പ്രമഥന്മാർക്കും ഒക്കെ നായികയായിട്ടുള്ള ദേവിയാണ്. ഈ ഭൂതപ്രമഥ നായിക തന്നെ വേറെ അർത്ഥത്തിൽ നമുക്ക് പറയാൻ തോന്നുന്നു. ഈ ഭൂതം എന്നുള്ള വാക്കിന് ഉണ്ടായത് എന്നാണല്ലോ നമ്മളിപ്പോ അർത്ഥം പറഞ്ഞത്. ഭൂതം ഉണ്ടായത്. ആ വേറൊരു അർത്ഥമുണ്ട് ഭൂതം എന്നുള്ളതിന്. പഞ്ചഭൂതം എന്നൊരർത്ഥമുണ്ട്. ഈ ഭൂതങ്ങളെ എന്നർത്ഥം. ഈ പഞ്ചഭൂതങ്ങളെ പ്രമഥം ചെയ്യാം. ഈ പഞ്ചഭൂതങ്ങളെ മഥം എന്ന് പറഞ്ഞാൽ മഥിക്കുക, മഥനം ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ഈ പാലാഴി മഥനം, ഇങ്ങനെ കടയുകയാണല്ലോ മഥനം. അപ്പൊ ഈ പഞ്ചഭൂതങ്ങളെ മഥനം ചെയ്തിട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ആ മഥനം ചെയ്തിട്ട് ഉള്ള ആൾക്കാർക്ക് ഒക്കെ നായികയായിട്ടുള്ള. അപ്പോ ഈ പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ് എല്ലാവരും സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അതിന്റെയൊക്കെ അങ്ങനെ ഉണ്ടായ എന്തൊക്കെ ഉണ്ടോ അതിനൊക്കെ നായികയായിട്ടുള്ള ദേവി എന്നും അർത്ഥമെടുക്കാം. പിന്നെ ഹ്രീങ്കായി, ഹ്രീം എന്നുള്ള ശബ്ദത്തോട് കൂടിയ, എന്ന അക്ഷരത്തോട് കൂടിയ ഹ്രീംകാരം അങ്ങനെയുള്ള ദേവിയാണ്. ലോകജനനി, ലോകത്തിന് മുഴുവൻ അമ്മയായിട്ടുള്ള ദേവിയാണ്. മഹാമായ, മഹാമായയാണ്.
ഈ മായയെ നശിപ്പിക്കുന്നതുമാണ്. ഈ മായയും ദേവി തന്നെയാണ്. ഹരിപ്രിയ, അപ്പോ ശിവന്റെ മകളൊക്കെയാണ്, എന്നാലും ഹരിക്ക് വളരെ പ്രിയപ്പെട്ട ദേവിയാണ്. ഹരി എന്ന് പറയുമ്പോൾ വിഷ്ണുവിന് ഇഷ്ടപ്പെട്ട ദേവിയാണ്. സന്ധ്യാർക്കകോടി സദൃശ, അത് ചിലർക്ക് മനസ്സിലാവാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. സന്ധ്യ അർക്ക കോടി സദൃശ, സന്ധ്യാസമയം, ആ സന്ധ്യാസമയത്തുള്ളതായിട്ടുള്ള അർക്കൻ, അർക്കൻ എന്ന് പറഞ്ഞാൽ സൂര്യൻ. സന്ധ്യാസമയത്തുള്ള അർക്കന് നല്ല ഭംഗിയല്ലേ. അപ്പോ സന്ധ്യ എന്ന് പറഞ്ഞാല് ഈ 2 സന്ധ്യകളെ നമ്മൾ എടുത്താൽ മതി, മറ്റേ ബാക്കിയുള്ള സന്ധ്യകളെ നോക്കണ്ട. അപ്പോ പ്രഭാത പ്രദോഷ സന്ധ്യകൾ, അപ്പോ ഉദിക്കുന്ന സമയത്തും അസ്തമിക്കുന്ന സമയത്തുമുള്ള സൂര്യൻ എന്നർത്ഥം. അങ്ങനെയുള്ള ഒരു സൂര്യന്റെ ഭംഗി നമുക്കറിയാം. അങ്ങനെയുള്ള കോടി സൂര്യന്മാര്, അർക്ക കോടി, സൂര്യന്മാരുടെ കോടി. കോടി എന്നുള്ളത് കൃത്യമായ കണക്കൊന്നുമല്ല, കോടിക്കണക്കിന് എന്നുള്ള അർത്ഥത്തിലാണ്. അങ്ങനെ അത്രയും കോടിക്കണക്കിന് ഈ നല്ല ഭംഗിയുള്ളതായ ഈ സന്ധ്യയിലുള്ള സൂര്യന്മാരുടെ ആ ശോഭ എത്രയുണ്ടോ അതിനോട് തുല്യമായിട്ടുള്ള ദേവി. സംസാര ഭയനാശിനി, സംസാരം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, സംസാര ദുഃഖം എന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ആ സംസാര ഭയം, ആ സംസാരത്തോട് ഭയം വന്നു കഴിഞ്ഞാൽ, ഈ ലോകത്തിന്റെ ഈ ജീവിക്കുന്ന ചുറ്റുപാടുകള് ഇതിൽ നിന്നൊക്കെ നമുക്ക് ഭയം തോന്നിക്കഴിഞ്ഞാൽ ആ ഭയത്തെ ഇല്ലാതാക്കുന്ന ദേവിയാണ്. സർവസാമ്രാജ്യ ഫലത, സർവസാമ്രാജ്യത്തിന്റെയും ഫലത്തെ ദാനം ചെയ്യുന്ന ദേവിയാണ്. നമുക്കിപ്പോ എല്ലാ സാമ്രാജ്യങ്ങളും കിട്ടിയിട്ട് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. കാരണം അത് അനുഭവിക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ പ്രത്യേക യോഗം തന്നെ വേണം. പക്ഷെ ദേവിയുടെ അനുഗ്രഹം കൊണ്ട് ഉണ്ടാവുക സർവ്വ സാമ്രാജ്യങ്ങളുമല്ല. ഈ സർവ്വ സാമ്രാജ്യങ്ങളും കിട്ടിയാൽ എത്ര കണ്ട് ഗുണമുണ്ടോ ആ അത്രയും ഫലം നമുക്ക് തരും. അപ്പൊ സാമ്രാജ്യത്തിന്റെ ആവശ്യം നമുക്കില്ല. ഇത്രയും സാമ്രാജ്യം കിട്ടിയാൽ എന്താണോ ഫലം അത് നമുക്ക് ദേവി തരും. അപ്പോൾ സർവ്വ സാമ്രാജ്യങ്ങളുടെയും ഫലത്തെ നമുക്ക് തരുന്ന ദേവിയാണ്. സർവശത്രു വിനാശിനി, എല്ലാ ശത്രുക്കളെയും നശിപ്പിക്കുന്ന ദേവിയാണ്. എന്ന് വിചാരിച്ചിട്ട് ശത്രുക്കളെ കൊല്ലുക എന്നുള്ള അർത്ഥം മാത്രം എടുക്കരുത്. അങ്ങനെയുള്ളവരെ കൊല്ലുകയും ചെയ്യും. പിന്നെ ഈ ശത്രുതയെ ഇല്ലാണ്ടാക്കുക എന്നുള്ളൊരു അർത്ഥവും കൂടി നമുക്ക് എടുക്കാൻ സാധിക്കണം. ഇപ്പോ ഞാൻ ചിലപ്പോ ആരുടെയെങ്കിലൊക്കെ ശത്രുവായിരിക്കാം. അപ്പോ ദേവിയുടെ സാമീപ്യം കൊണ്ട് ഈ രണ്ടുപേരും, ഞാനും വേറൊരാളും തമ്മിൽ ശത്രുവാണെങ്കിൽ ആ ദേവിയുടെ അടുത്തെത്തുന്ന സമയത്ത് എനിക്ക് ആ ആളോടുള്ള ദേഷ്യം ഇല്ലാതായി കഴിഞ്ഞാൽ ആ ശത്രുതയെ ഇല്ലാതാക്കി. അപ്പൊ എന്റെ ശത്രു പോയി. അപ്പൊ എനിക്ക് നല്ലൊരു സുഹൃത്തിനെ കിട്ടി. അപ്പൊ അങ്ങനെ സർവശത്രു വിനാശിനി, എല്ലാ ശത്രുക്കളെയും നശിപ്പിക്കുന്ന ദേവി. അങ്ങനെയും ഒരർത്ഥം നമ്മൾ എടുക്കണം. ഹൃദയ അംബുജ മധ്യസ്ഥ, ഹൃദയമാകുന്ന അംബുജം, അംബുജം താമര, ഹൃദയമാകുന്ന താമര, ആ താമരയുടെ മധ്യത്തില് സ്ഥിതി ചെയ്യുന്ന ദേവി. അപ്പൊ ഹൃദയത്തിന്റെ നടുക്ക് ഉള്ള താമരയിലാണ് ദേവിയുടെ സ്ഥാനമായിട്ടുള്ളത് എന്നർത്ഥം. ഹൃദയഗ്രന്ഥി ഭേദിനി, ഹൃദയത്തിന്റെ ഗ്രന്ഥിയെ ഒക്കെ ഭേദിക്കുന്ന ദേവിയാണ്. അപ്പൊ നമ്മളിപ്പോ ഹൃദയം ഈ അടച്ചു പിടിച്ചിട്ടുള്ള ഒരവസ്ഥ ഉണ്ടാവും. അപ്പൊ നമുക്ക് നല്ല ഭക്തിയൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ അടച്ച ഹൃദയമാണെങ്കിൽ പോലും അതൊക്കെ തുളച്ചും കൊണ്ട് ദേവി നമ്മുടെ ഉള്ളിലേക്ക് എത്തും. ആ ഭക്തി എന്നുള്ളത് വന്നു കഴിഞ്ഞാൽ അതൊക്കെയാണ് ഹൃദയഗ്രന്ഥി ഭേദിനി. ക്ഷിപ്രപ്രസാദ ഹൃദയ, വളരെ വേഗത്തില് പ്രസാദിക്കുന്ന ഹൃദയത്തോടു കൂടിയ ദേവിയാണ്. വളരെ വേഗത്തിൽ നമ്മളോടൊക്കെ പ്രസാദിക്കുന്ന ദേവിയാണ്. ക്ഷേത്രപാല സമാശ്രയ, ക്ഷേത്രപാലൻ, ക്ഷേത്രങ്ങളെ പാലിക്കുന്ന ആ ക്ഷേത്രപാലനാൽ സമ്യക് ആശ്രയിക്കപ്പെടുന്ന ദേവിയാണ്. ക്ഷേത്രപാലൻ എന്നുള്ളത് അമ്പലങ്ങളിലുണ്ട്. അത് മാത്രമല്ല, ഈ ക്ഷേത്രങ്ങളെയൊക്കെ പാലിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഈ കാണുന്ന അമ്പലങ്ങൾ എന്ന് മാത്രമായിട്ടുള്ള അർത്ഥം എടുക്കരുത്. ഈ നമ്മുടെ ശരീരം തന്നെ ഒരു ക്ഷേത്രമാണ്. അപ്പൊ അങ്ങനെയുള്ള ആ ക്ഷേത്രത്തിനൊക്കെ അധിപതിയായിട്ട് ഒരു വസ്തു ഉണ്ടാവും നമ്മുടെയൊക്കെ ഉള്ളില്. നമ്മുടെ ശരീരമാകുന്ന ക്ഷേത്രത്തെ അതിന് പാലിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ആത്മാവുണ്ടാവും. ആ ആത്മാവിന് ആശ്രയമായിട്ടുള്ള പരമാത്മാവാണ് ദേവി. ക്ഷേത്രപാല സമാശ്രയ, സർവബാധാപ്രശമനി, എല്ലാ ബാധകളെയും ശമിപ്പിക്കുന്ന ദേവിയാണ്.
പലതരത്തിലുള്ളതും നമ്മളെ ബാധിക്കും. നമുക്ക് ചിലപ്പോ പിന്നെ പേടി ബാധിക്കും, ദുഃഖം ബാധിക്കും, പിന്നെ വല്ലാതെയുള്ള സന്തോഷം ബാധിക്കും. അപ്പൊ അങ്ങനെയുള്ള പേടി, അത്ഭുതം, ഇങ്ങനെയുള്ള പലതും നമ്മളെ ബാധിച്ചിട്ട് അതിനെ കൊണ്ടൊക്കെ നമുക്ക് പല പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. അങ്ങനെയുള്ള ബാധകളെയൊക്കെ ശമിപ്പിക്കുന്ന ദേവിയാണ്. പിന്നെ സർവരോഗ വിനാശിനി, എല്ലാ രോഗങ്ങളെയും നശിപ്പിക്കുന്ന ദേവിയാണ്. ശങ്കരസ്യ അംഗമാരൂഢ, ശങ്കരസ്യ അംഗം ആരൂഢ. ശങ്കരൻ എന്ന് പറഞ്ഞാൽ ശിവനാണ്. ശിവന്റെ, ശങ്കരസ്യ ശിവസ്യ, ശിവന്റെ അംഗം, അംഗം എന്ന് പറഞ്ഞാൽ മടിത്തട്ടാണ്. ആ മടിത്തട്ടില് ആരൂഢ, ഇരിക്കുന്ന ദേവിയാണ്. ശിവന്റെ മടിയിൽ ഇരിക്കുന്ന ദേവി എന്നൊരർത്ഥം എടുക്കാം. ഇതില് ശങ്കരസ്യ എന്ന് തന്നെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന് ഉള്ള ഒരു ചെറിയൊരു കാരണം കൂടി നോക്കാം. ശങ്കരൻ എന്ന് പറഞ്ഞാൽ ശം കരോതി ഇത് ശങ്കരൻ, ശമത്തെ ഉണ്ടാക്കുന്നതാണ്, മംഗളകരമായിട്ടുള്ള അവസ്ഥയെ ഉണ്ടാക്കുന്ന ആളാണ് ശങ്കരൻ. ആ ശങ്കരന്റെ മടിയിൽ ഇരിക്കുന്ന ദേവിയാണ്. അപ്പൊ അങ്ങനെയുള്ള ദേവി ഭദ്രകാളി തന്നെയാണ്. ആ ഭദ്രം ആയിട്ടുള്ള മംഗളകരമായിട്ടുള്ളതിനെ ഉണ്ടാക്കുന്ന ദേവി. അപ്പൊ അത് മംഗളകരമായിട്ടുള്ള സംഗതിയെ ചെയ്യുന്ന ആ ദേവന്റെ മടിയിലാണ് ഇരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള അവസ്ഥയിൽ ആ ദേവിയും മംഗളകരമായിട്ടുള്ള കാര്യത്തിന് മാത്രമാണ് ചെയ്യുക. ശം, എല്ലാവർക്കും ശമത്തെയും മംഗളത്തെയും ഭദ്രത്തെയും ഒക്കെ ഉണ്ടാക്കുന്ന ദേവി. ശങ്കരസ്യ ഹിതം കരി, ശങ്കരന്റെ, നമ്മളിപ്പോ പറഞ്ഞ ശങ്കരൻ, ശിവൻ, ഈ ശമം ചെയ്യുന്ന ആ ശങ്കരൻ, ആ ശങ്കരന് ഹിതത്തെ ചെയ്യുന്ന ദേവിയാണ്, ഹിതത്തെ ഉണ്ടാക്കിയ ദേവിയാണ്. ഹിതത്തെ ചെയ്തു എന്ന് പറഞ്ഞാല് ഈ ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഭദ്രകാളിയെ ശിവൻ സൃഷ്ടിച്ചത്. അപ്പോ ആ കാര്യം പറഞ്ഞ സമയത്ത് ഇതാണ് ശങ്കരന് ഹിതമായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ ചെയ്ത ദേവിയാണ്. ഇതിൽ തന്നെ ഒന്ന് മനസ്സിലാക്കാനുള്ള ഒരു കാര്യം ഈ കൂട്ടത്തിൽ പറയാണ്. ഹിതം, പ്രിയം എന്ന് രണ്ട് വാക്കുകൾ നമുക്കൊന്ന് അതിൻ്റെ ഇടയിൽ മനസ്സിലാക്കാം. ഹിതം പറയാം, ഹിതമായിട്ടുള്ള കാര്യങ്ങൾ പറയാം, പ്രിയമായിട്ടുള്ള കാര്യങ്ങൾ പറയാം. അപ്പൊ നമുക്ക് കേട്ടാൽ ഇത് രണ്ടും ഒന്നാം തോന്നും, പക്ഷെ അതല്ല, രണ്ടും രണ്ട് തന്നെയാണ്. ഇപ്പോ പിന്നെ ഒരു ചെറിയൊരു കുട്ടിയോട് മിഠായി കഴിച്ചോളൂ എന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് പ്രിയമായിട്ടുള്ള കാര്യമാണ്. മിഠായി കഴിക്കരുത് എന്ന് പറഞ്ഞാൽ അത് ആ കുട്ടിക്ക് ഹിതമായിട്ടുള്ള കാര്യമാണ്. അതായത് കഴിച്ചോളൂ എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് ഇഷ്ടമായി, പക്ഷെ ഹിതമാവണമെങ്കിൽ അത് കുട്ടിക്ക് പിന്നെയും ഗുണത്തിനാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യമാണ് ഹിതം എന്ന് പറഞ്ഞത്. അത് പ്രിയമായിക്കൊള്ളുന്നില്ല, തൽക്കാലം ഇഷ്ടപ്പെട്ടോളുന്നില്ല, പക്ഷെ അത് ഹിതമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ അങ്ങനെ ഈ ശങ്കരന് ഇഷ്ടപ്പെട്ട കാര്യമല്ല ചെയ്തത്, ഹിതമായിട്ടുള്ള കാര്യത്തെ ചെയ്തു. പിന്നെ സൂര്യേന്ദു വന്നി നയന, സൂര്യൻ ഇന്ദു വന്നി ആകുന്ന നയനത്തോടു കൂടിയ 3 കണ്ണുകളാണുള്ളത്. ആ 3 കണ്ണുകളിലും സൂര്യനാണ്, ഒന്ന് ഇന്ദു ചന്ദ്രനാണ്, ഒന്ന് വന്നി അഗ്നിയാണ്. ഇപ്പൊ 3-ാം തൃക്കണ്ണിൽ നിന്ന് തീ വന്നു എന്നൊക്കെ പറയാറില്ലേ? അപ്പോ 2 കണ്ണുകള് സൂര്യചന്ദ്രന്മാരും നെറ്റിയിലുള്ളത് അഗ്നിയും ആണ് എന്ന് പറയുന്നുണ്ട്. ഈ ശിവന്റെ 3-ാം തൃക്കണ്ണിൽ നിന്നാണ് ദേവി ഉണ്ടായത് എന്നും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ ഏതായാലും ഈ പല പല വിഷയങ്ങളിലും നമ്മൾ പറയാറുണ്ട്, ഈ സൂര്യനും ചന്ദ്രനും അഗ്നിയുമായിട്ടുള്ള 3 നയനത്തോടു കൂടിയ ദേവി. സർവജ്ഞ എന്ന് പറഞ്ഞാല് എല്ലാം അറിയുന്ന ദേവി. സർവമംഗള, എല്ലാ തരത്തിലും മംഗളകരയായ മംഗളത്തെ ചെയ്യുന്ന ദേവി. അചിന്ത്യ രൂപമഹിമ, രൂപമഹിമ, രൂപം എന്ന് പറഞ്ഞാൽ ഭംഗി എന്നൊരർത്ഥമുണ്ട്. രൂപമഹിമ, അപ്പൊ ഭംഗി എത്രയുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഭംഗിയുടെ മഹിമ ആണ് പറയുന്നത്. അത് അചിന്ത്യമാണ്, നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. കാരണം അത്രയും മോശമെന്നല്ല, അത്രയും ഗംഭീരമാണെന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ അർത്ഥത്തിലാണ് പറയാം. അചിന്ത്യമാണ്, അത് ചിന്തിക്കാനേ പറ്റില്ല. അത്രയും അധികം രൂപമഹിമയോട് കൂടിയിട്ടുള്ള ദേവിയാണ് അചിന്ത്യ രൂപമഹിമ. അനന്ത ആനന്ദ വിഗ്രഹ,
ആനന്ദത്തിന്റെ വിഗ്രഹമാണ്. വിഗ്രഹം എന്നുള്ള വാക്കിന് ആ രൂപമെടുത്തത് എന്നാണ് വിഗ്രഹം. ആനന്ദം എന്നുള്ളത് ഒരു രൂപമെടുത്ത് വന്നാൽ, ഒരു വിഗ്രഹമായിട്ട് വന്നാൽ എങ്ങനെയുണ്ട്? അതും എങ്ങനെയുള്ള ആനന്ദമാണ്? അനന്തമായിട്ടുള്ള ആനന്ദം, ഒരിക്കലും നിൽക്കാത്ത ആനന്ദമാണ്. കുറച്ചു കഴിഞ്ഞ് അതിന്റെ ചാർജ് തീർന്നു പോകുന്നില്ല. അപ്പൊ അത്രയും അനന്തമായിട്ടുള്ള ആനന്ദം, ഒരിക്കലും നിൽക്കാത്ത അത്രയുമുള്ള ആനന്ദം ഒരു രൂപമെടുത്ത് വന്നാൽ എങ്ങനെ? അങ്ങനെയുള്ള വിഗ്രഹത്തോടു കൂടിയ ദേവിയാണ്. അപ്പൊ അത്രയാണ് ഉള്ളത്. പിന്നെ അഷ്ടോത്തര ശതം ദേവിയാ ഭുക്തി മുക്തി ഫലപ്രദം. ഈ അഷ്ടോത്തര ശതം എന്നുള്ളത്, ദേവിയുടെ ഈ അഷ്ടോത്തര ശതം എന്നുള്ളത് ഈ ഭുക്തി അതേപോലെ മുക്തി ഇതിന്റെയൊക്കെ ഫലത്തെ പ്രദാനം ചെയ്യുന്നതാണ്. ഭുക്തി എന്ന് പറഞ്ഞാൽ കഴിക്കുക, മുക്തി എന്ന് പറഞ്ഞാൽ മോക്ഷം. നമുക്ക് ഭൗതികമായിട്ടുള്ള ആവശ്യങ്ങളും ആത്മീയമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ചെയ്തു തരുന്ന ദേവിയാണ് എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു ഇത് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഏതായാലും ഇത് കഴിഞ്ഞു. നമുക്കിനി ആ ഒരു പിന്നെ ഇതും കൂടി ചൊല്ലാം. കാളിയുടെ അഷ്ടോത്തര ശതനാമസ്തോത്രം. ഭദ്രകാളീ രുദ്രസുത ഭവാനി ഭവനാശിനി ശംഭോർനയന സംഭൂത ശിവാത്മാനന്ദകാരിണി കാളീ കരാളവദന ദംഷ്ട്രോഗ്രഭ്രുപുടീമുഖ ചാമുണ്ടാ ചണ്ഡികാ ചണ്ഡി ചണ്ഡമുണ്ട നിഷൂദിനി രക്താംഗീ രക്തനയന രക്താംബര വിരാജിത രക്തബീജോദ്യുക്ത രണഭൂമി നിവാസിനി ഗജചർമാംബരധര ഭിന്നാഞ്ജന സമപ്രഭ ഭക്തപ്രിയ ഭക്തവശ്യ ഭക്താനാമഭയങ്കരി ഭൈരവീ ഭൈരവാരാധ്യ മഹാഭൈരവ പൂജിത ജ്വാലാമുഖി ഘോരരൂപ സർവലോകഭയങ്കരി മണിമഞ്ജീര നിനദ കിങ്കിണീജാലഭൂഷിത കുംഭീന്ദ്ര കുണ്ടലധര കുംഭി കുംഭസ്തനദ്വയീ നാനാരത്ന വിചിത്രാംഗി വിദ്യുത്പുഞ്ച സമപ്രഭ ഘോരാട്ടഹാസനിനദ മന്ദഹാസാസിധാരിണി ഈശ്വരീ പുണ്യഭരിത സർവശക്തിസ്വരൂപിണി രക്തേശ്വരി മഹാകാളി സപ്തമാതൃഗണാധിപ കരുണാലോല ഹൃദയ കാരുണ്യാമൃതവരിഷിണി കപാലശൂലചർമാസി പാശാങ്കുശഹലായുധ ഹരക്രോധാനലജ്വാല മഹാരൗദ്രായി ഭീഷണ ശിവപ്രിയ സുധാ സർവലോകേശ്വരേശ്വരി നീലാംഭോധ നിഭാഭോഗ കബരീഭാരശോഭിത ഹാലാഹലോദ്ഭവ സർവസുഭഗാ ഹരകന്യക ധരാസുരൈ സദാ സേവ്യ സിദ്ധഗന്ധർവസേവിത പ്രത്യംഗിരി ഭൂതധാത്രി ഭൂതഘ്നി ഭിന്നഭൈരവി നിത്യാനന്ദകരി നിത്യാദേവി ഹൈമവതീ ശുഭ കാലാഗ്നിരുദ്രതനയ കാളരാത്രി ഭയങ്കരി മഹാപ്രളയ ഗംഭീര മഹാരണ്യനിവാസിനി ജ്ഞാനവിദ്യാജ്ഞാനപര ജ്ഞാനസമ്പത്പ്രദായിനി വേതാളശിഖരാരൂഢ മഹാബലപരാക്രമ കഷ്ടദുഷ്ടവധോദ്യുക്ത ശിഷ്ടപാലന തത്പര സർവമായാ പ്രശമനി ചിത്തവിഭ്രമഹാരിണി സർവമന്ത്രമയീ മാതാ സർവയന്ത്രസ്വരൂപിണി മഹാപാനമധോന്മത്ത മന്ദഹാസവിലാസിനി ശ്മശാന നർത്തനിലയ ഭൂതപ്രമഥനായിക ക്രീങ്കാരീ ലോകജനനി മഹാമായാ ഹരിപ്രിയ സന്ധ്യാർക്കകോടി സദൃശ സംസാരഭയനാശിനി സർവസാമ്രാജ്യഫലദ സർവശത്രുവിനാശിനി ഹൃദയാംബുജമധ്യസ്ഥ ഹൃദയഗ്രന്ഥിഭേദിനി ക്ഷിപ്രപ്രസാദ ഹൃദയ ക്ഷേത്രപാലസമാശ്രയ സർവബാധാപ്രശമനി സർവരോഗവിനാശിനി ശങ്കരസ്യാങ്കമാരൂഢ
ശങ്കരസ്യ ഹിതംകരി സൂര്യന്ദുവന്യനയന സർവജ്ഞ സർവമംഗള അചിന്യരൂപമഹിമ അനന്താനന്ദ വിഗ്രഹ അഷ്ടോത്തര ശതം ദേവ്യാ ഭുക്തിമുക്തി ഫലപ്രദം. അപ്പൊ എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം ഹരിയേട്ടാ. നമസ്കാരം ഹരിയേട്ടാ. നമസ്കാരം ഹരിയേട്ടാ. നമസ്കാരം ഹരിയേട്ടാ. നമസ്കാരം. ശ്രീരാമനെ പറയണ്ട. ഈ സ്തോത്രമായിട്ടാണോ അവിടെ അർച്ചന